ലോകത്ത് ഇന്ന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ്. അമേരിക്ക, ഇസ്രയേൽ ചേർന്ന് ഇറാനെതിരെ സൈനിക നീക്കം നടത്തുമ്പോൾ അതിൻ്റെ നിർണായക ഇടമായി മാറുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലകളാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ പ്രതിസന്ധി തുടരുന്നത് ലോകമാകെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാവിക മേഖലയിൽ വലിയ തോതിലുള്ള പോരാട്ടങ്ങളും ലോകം വീണ്ടും കണ്ടു തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ നാവിക പോരാട്ടങ്ങളുടെ ചരിത്രം കൂടി നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. 1980കളിൽ തന്നെ ഇതേ പേർഷ്യൻ ഗൾഫിലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലുമൊക്കെ യുദ്ധത്തിന് വേദിയായ ഇടങ്ങൾ തന്നെയാണ്. എന്തിനേറെ, അന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെ പോരടിച്ചിട്ടുമുണ്ട്. ആ ചരിത്ര ഭാഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആധുനിക ഇറാന്റെ ചരിത്രത്തിന് വലിയ പഴക്കമൊന്നുമില്ലല്ലോ. അമേരിക്കയുടെ പിന്തുണയോടെ ഭരിച്ചിരുന്ന ഇറാനിലെ ഷായെ 1979 വിപ്ലവത്തിലൂടെ പുറത്താക്കുകയും ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതുവരെയും പാശ്ചാത്യ മേഖലകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇറാനെ സോവിയറ്റ് യൂണിയനെതിരായ ശീതയുദ്ധകാലത്ത് ആ മേഖലയിലെ ഒരു പ്രധാന സഖ്യകക്ഷിയായി കൂടിയാണ് അമേരിക്ക കണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഹാർപൂൺ കപ്പൽവേധ മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ, F-14 യുദ്ധവിമാനങ്ങൾ, P-3 ഓറിയോൺ SSW വിമാനങ്ങൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളൊക്കെ അമേരിക്ക അന്ന് ഇറാന് നൽകിയിരുന്നു. എന്നാൽ വിപ്ലവത്തിനിപ്പുറം അവയൊക്കെ ചെന്നെത്തിയിരിക്കുന്നത് കടുത്ത അമേരിക്കൻ വിരുദ്ധരായ ഖൊമേനി ഭരണകൂടത്തിൻ്റെ കൈകളിലുമായിരുന്നു. പേർഷ്യൻ ഗൾഫ് എന്നത് ലോകത്തെ എണ്ണ മേഖലയുടെ നിർണായക പങ്ക് വഹിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രാദേശിക ശക്തിയാവാൻ ഷായുടെ ഇറാൻ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് മേഖലകൾ ഈ മേഖലയിലെ നിയന്ത്രണം ഒഴിവാക്കിയപ്പോൾ അവിടെയുള്ള നാവിക ശക്തിയായി ഉയരാൻ ഇറാൻ വലിയ നീക്കങ്ങൾ തന്നെ എടുത്തു. ഷായുടെ നാവികസേനക്കായി 4 ഡിസ്ട്രോയർ കപ്പലുകളുടെ നിർമ്മാണമൊക്കെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിപ്ലവത്തിനപ്പുറം അമേരിക്ക ഇവ ഇറാന് നൽകാതെ സ്വയം അറബ് മേഖലയിൽ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ആ കാലത്തെ അത്യാധുനിക ഡിസ്ട്രോയറുകളായിരുന്നു ഇവയൊക്കെ എന്ന് കൂടി ഓർക്കുക. ഏതായാലും ഇറാനിലെ വിപ്ലവത്തിൻ്റെ തുടർച്ചയെന്നോണം പടർന്നു പിടിച്ച അരാജകത്വവും കുഴപ്പങ്ങളും മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് 1980 സെപ്റ്റംബറിൽ ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഇറാനിലേക്ക് വൻതോതിലുള്ള ഒരു സൈനിക ആക്രമണം നടത്തുകയുണ്ടായി. തുടക്കത്തിൽ ഇറാനിലേക്ക് കടന്നു കയറി വലിയൊരു മേഖല ഇറാഖ് പിടിച്ചെടുത്തെങ്കിലും പിന്നീട് സൈനിക നീക്കം മന്ദഗതിയിലാവുകയും തിരിച്ചടികൾ വർദ്ധിക്കുകയും ചെയ്തു. ഒട്ടനവധി സൈനികർ ഇരുഭാഗത്തും മരിച്ചു വീഴുകയും 8 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ദുരിത യുദ്ധമായും ഇത് പിന്നീട് മാറി. ക്രമേണ ഇറാന്റെ തിരിച്ചടികൾ വർദ്ധിക്കുകയും അവരുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച് കിഴക്കൻ ഇറാഖ് മേഖലകളിലേക്ക് ഇറാൻ സേന എത്തുകയുമുണ്ടായി. ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തടയാനായി ഇറാഖ് രാസായുധങ്ങളും ആ സമയം വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കരയിൽ നടന്നുകൊണ്ടിരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടം അറേബ്യൻ ഗൾഫിലേക്കും വ്യാപിക്കുകയാണ്. അമേരിക്കയുടെയൊക്കെ പരിശീലനം ലഭിച്ചിരുന്ന ആ കാല ഇറാനിയൻ നാവികസേനയും വ്യോമസേനയും ഇറാഖ് നാവികസേനയെ അവരുടെ മേഖലകളിൽ തന്നെ തളച്ചിടുകയും പേർഷ്യൻ ഗൾഫിലൂടെ സ്വന്തം ടാങ്കറുകളിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് തടയുകയുമൊക്കെ ഉണ്ടായി. ഇതിന് പ്രതികാരമായി ഇറാഖ് വിവിധ പോർവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി പേർഷ്യൻ ഗൾഫിലെ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ മിന്നലാക്രമണങ്ങളും നടത്തുകയുണ്ടായി. വിപ്ലവത്തിന് ശേഷം യുദ്ധത്തിൻ്റെ നീണ്ടുപോകലും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും കൈയൊഴിഞ്ഞ പുതിയ ഇറാനിയൻ ഭരണകൂടത്തിന് ഉപരോധങ്ങളും വിലക്കുകളും കാരണം തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെ നിലനിർത്തുക അഥവാ അതിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഈ സമയം മാറിത്തുടങ്ങി. അതിനെ തുടർന്നാണ് ഇറാൻ സ്വന്തമായ രീതിയിൽ അഥവാ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി ആയുധങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അസിമെട്രിക് വാർഫെയറിനൊക്കെ രൂപം നൽകുന്നത്. ഇത്തരത്തിൽ ഇറാനും ഇറാഖും പേർഷ്യൻ ഗൾഫിൽ ഏറ്റുമുട്ടിയതിൽ നിർണായകമായ ഒരു ഭാഗമാണ് ടാങ്കർ യുദ്ധം എന്നത്. 1984 മാർച്ചിൽ ഫ്രാൻസ് നൽകിയിട്ടുള്ള പുത്തൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാഖ് പേർഷ്യൻ ഗൾഫിലെ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലായിട്ടുള്ള ഖാർഗ് ഐലൻഡ് ആക്രമിക്കുകയുണ്ടായി. പേർഷ്യൻ ഗൾഫിലെ പല കപ്പലുകളെയും ആക്രമിച്ചുകൊണ്ട് ഇറാൻ ഇതിന് തിരിച്ചടിയും നൽകി. ഇതിൽ മിക്ക കപ്പലുകളും കുവൈത്തിലേക്ക് സാധനങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നവയായിരുന്നു. ഇതിൽ പലതും കരമാർഗം ഇറാഖിലേക്ക് കടത്തിയിരുന്നവയുമാണ്.
ഇതിനെ തുടർന്ന് ഇറാൻ്റെ ഖാർഗ് ഐലൻഡിൽ എത്തുന്നതും പോകുന്നതുമായ കപ്പലുകളെ ഇറാഖും ആക്രമിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പേർഷ്യൻ ഗൾഫ് എന്ന നിർണായകമായ ഇടം ഒരു വലിയ യുദ്ധമുഖമായി മാറി. ഇതാണ് ടാങ്കർ യുദ്ധമായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1985 കാലത്ത് ഈ ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ ആക്രമണം നടത്തിയത് ഇറാഖായിരുന്നു. 1987ഓടെ ഇറാഖ് 283 കപ്പൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇറാൻ 168 തവണ ആക്രമണം നടത്തിയെന്നാണ് കണക്ക്. യുദ്ധസമയത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള 116 നാവികർ കൊല്ലപ്പെട്ടതായും 37 പേരെ കാണാതാവുകയും ചെയ്തു എന്നുകൂടി കണക്കുണ്ട്. ഇറാഖിൻ്റെ കപ്പൽ ആക്രമണങ്ങൾ മിക്കതും ഫ്രഞ്ച് നിർമ്മിത ആയുധങ്ങളും വിമാനങ്ങളുമൊക്കെ വച്ചായിരുന്നു എന്ന് കാണാം. വലിയ ഇറാനിയൻ എണ്ണ ടാങ്കറുകളെ ഇറാഖ് ലക്ഷ്യം വച്ചെങ്കിലും മിസൈലുകളുടെ പ്രഹരശേഷിയെ ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നതിനാൽ വളരെ വലിയ കപ്പലുകളൊക്കെ മുങ്ങുന്നത് അത്യപൂർവമായിരുന്നു. 1985 മാർച്ചിൽ ഖാർഗ് ഐലൻഡിലേക്ക് പോവുകയായിരുന്ന നെപ്റ്റ്യൂൺ എന്നൊരു കാലിയായ ടാങ്കറാണ് ഈ രീതിയിൽ ആദ്യം മുങ്ങിയത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ലാറക് ഐലൻഡിൽ വലിയ ടാങ്കറുകൾ സ്റ്റോറേജായി ഉപയോഗിച്ചുകൊണ്ട് വിദേശ ടാങ്കറുകളിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ഓഫ് ഷോർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോയിൻ്റ് സൃഷ്ടിക്കുകയുണ്ടായി. ലാറക് ഐലൻഡിനും ഖാർഗ് ഐലൻഡിനും ഇടയിൽ ഇറാനിയൻ ടാങ്കറുകൾ അപകടകരമായ യാത്ര നടത്തുകയും ചെയ്തു. ഇതിലൂടെ വിദേശ കപ്പലുകൾക്ക് ഒരു പരിധിവരെ സംരക്ഷണം നൽകാനും ഇറാന് സാധിച്ചു. ഉപരോധവും മറ്റും കാരണം ഇറാന് ആയുധങ്ങൾ ലഭിക്കാതിരുന്നതോടെ ഇറാൻ്റെ നാവിക ആക്രമണങ്ങൾ മിക്കതും വിജയിക്കാതായിരുന്നു. നിലവിലെ അവരുടെ ആയുധങ്ങളൊക്കെ വെച്ച് അവർ വലിയ തോതിൽ തന്നെ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും കപ്പലുകളെ മുക്കിക്കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ കേടുപാടുകൾ സൃഷ്ടിക്കുന്ന ആക്രമണങ്ങളെന്ന് കുറവായിരുന്നു. എന്നാൽ IRGCN മൈൻ യുദ്ധമുറകളിലേക്ക് മാറിയതാണ് ടാങ്കർ യുദ്ധത്തിൻ്റെ ആകെ സ്വഭാവം മാറ്റിയതും അമേരിക്കൻ നാവികസേനയെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചതും. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർക്ക് 2 നാവികസേനകൾ ഉണ്ടായിരുന്നല്ലോ. നല്ല പരിശീലനം ലഭിച്ച, അതായത് അമേരിക്കയിൽ നിന്നടക്കം പരിശീലനം ലഭിച്ച ഷായുടെ നാവികസേനയുടെ ഭാഗമായിരുന്ന IRIN അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി. ഇനി ഭരണകൂടത്തോട് കൂടുതൽ കൂറുണ്ടായിരുന്ന, പ്രൊഫഷണൽ ഒന്നുമല്ലെങ്കിലും കൂടുതൽ ആക്രമണോത്സുകരും പ്രവചനാതീതരുമായിരുന്ന വിഭാഗമാണ് IRGCN ആയി മാറുന്നത്. തങ്ങളുടെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് അമേരിക്കൻ നാവികസേനയുമായി പോലും ഏറ്റുമുട്ടാൻ IRGCN തയ്യാറായിരുന്നു. IRGCN ആണ് ചെറിയ ശേഷിയില്ലാത്ത ആക്രമണങ്ങളൊക്കെ നടത്തുന്നതിനേക്കാൾ കടലിൽ മൈനുകൾ സ്ഥാപിക്കുന്നതാണ് ഫലപ്രദം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ സമയത്ത്, അഥവാ 1986 കാലത്ത് വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബഡ്ഡി റീഫ്യൂലിംഗ് വിദ്യകൾ ഇറാഖികൾ മെച്ചപ്പെടുത്തിയതോടെ അവരുടെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പേർഷ്യൻ ഗൾഫിലെ പല മേഖലകളിലേക്കും വ്യാപിക്കുകയുണ്ടായി. കുവൈത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഷൈബ എയർഫീൽഡിൽ നിന്നും മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ പറന്നുയരുകയും കുവൈത്തിൻ്റെയും സൗദിയുടെയും വ്യോമാതിർത്തിയോട് ചേർന്ന് പറന്ന് ഒടുവിൽ റീഫ്യൂലിംഗ് നടത്തിയതിനു ശേഷം റഡാർ ഉപയോഗിച്ച് ഇറാൻ്റെ ലക്ഷ്യമിട്ട മേഖലയിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇറാൻ്റെ മേഖലയിലുള്ള ഏതൊരു റഡാർ സൂചനയെയും ലക്ഷ്യമാക്കി മിറാഷ് F-1 മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്യും. ഖാർഗ് ഐലൻഡിലേക്ക് എത്തുന്ന ഇറാനിയൻ ഷട്ടിൽ ടാങ്കറുകളെ ആയിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ലക്ഷ്യം വച്ചിരുന്നത്. 1987 ഇറാഖ് വ്യോമസേന പേർഷ്യൻ ഗൾഫ് മുഴുവനും താണ്ടി ലാറക് ഐലൻഡിലെ ഇറാൻ്റെ എണ്ണ സംഭരണ ടാങ്കറുകളിൽ വ്യാപകമായി ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിൻ്റെ ചരിത്രത്തിലെ തന്നെ മികച്ച ഒരു എയർ മിഷൻ ആയിരുന്നു അത് എന്നുകൂടി പറയാം. ഇത്തരത്തിൽ പേർഷ്യൻ ഗൾഫ് നിരന്തര ആക്രമണങ്ങളുടെ വേദിയായി മാറി. 1985 അപേക്ഷിച്ച് 1986 ഇരുപക്ഷവും നടത്തിയ വ്യോമാക്രമണങ്ങളൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി. ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ തങ്ങളുടെ പതാക വഹിക്കുന്ന ടാങ്കറുകളെ സംരക്ഷിക്കാൻ 1986 നവംബറിൽ കുവൈത്ത് വിദേശ രാജ്യങ്ങളോടായി അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. ഇതിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. അപ്രകാരം അവർ ടാങ്കറുകൾക്ക് സ്വന്തം പതാക നൽകുകയും ഗൾഫിലൂടെ കുവൈത്തിലേക്ക് സുരക്ഷാ അകമ്പടി നൽകുകയും ഒക്കെ ഉണ്ടായി. സോവിയറ്റ് യൂണിയൻ ഇതിലൂടെ ഈ മേഖലയിൽ ഒരു മുൻതൂക്കം നേടുന്നത് അപകടമാണെന്ന നിലയിലാണ് അമേരിക്ക നോക്കിക്കണ്ടിരുന്നത്. കുവൈത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കണമെന്ന നിലപാട് അമേരിക്കൻ സേനയിൽ ഉണ്ടായിരുന്നെങ്കിലും
വിദേശ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുന്നതിൽ നിന്ന് അമേരിക്കൻ കപ്പലുകളെ അമേരിക്കയിലെ തന്നെ നിയമം വിലക്കിയിരുന്നു. എന്നാൽ പുതുതായി ഉരുത്തിരിഞ്ഞ ലോകക്രമത്തിലും രാഷ്ട്രീയ സാഹചര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒട്ടനവധി കൂടിയാലോചനകൾക്ക് ശേഷം ഇതിനൊരു പരിഹാരം 1987 മാർച്ചോടെ കണ്ടെത്തുകയുമുണ്ടായി. 11 കുവൈത്തി ടാങ്കറുകളുടെ പതാക മാറ്റി അഥവാ റീഫ്ലാഗ് ചെയ്ത് അമേരിക്കൻ പതാകയും രജിസ്ട്രിയും നൽകുക എന്നതായിരുന്നു ആ പരിഹാരം. ഇതിനെ തുടർന്ന് ഈ 11 കപ്പലുകളുടെ പേര് മാറ്റുകയും സുരക്ഷാ മാനദണ്ഡങ്ങളിലൊക്കെ ഇളവ് നൽകിക്കൊണ്ട് അമേരിക്കൻ പതാക ഉയർത്തുകയും അമേരിക്കക്കാരനായ ഒരു ക്യാപ്റ്റനെ നിയമിക്കുകയും അതിലൂടെ അമേരിക്കൻ നാവികസേന ഈ കപ്പലുകളുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. അമേരിക്കയുടെ ഈ ഒരു നീക്കം അമേരിക്കൻ നാവികസേനയെ ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിന് തുടക്കമിടുന്നതായിരുന്നു. എന്നാൽ ആ കാലത്തൊക്കെ അമേരിക്കൻ നാവികസേന എന്നത് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സേനയാണല്ലോ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പതാകയുള്ള ഒരു കപ്പലിനെ ഇറാനികൾ ആക്രമിക്കാൻ മുതിരില്ല എന്നതായിരുന്നു പൊതുവെയുള്ള അനുമാനം. ഷായുടെ നാവികസേനയായിരുന്ന അഥവാ ഔദ്യോഗിക നാവികസേനയായിരുന്ന IRIN കാര്യത്തിൽ ഇത് ശരിയായിരുന്നെങ്കിലും പുതിയ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയായ കൂടുതൽ ആക്രമണോത്സുകരായ പ്രവചനാതീതരായ ഭരണകൂടത്തോട് കൂറ് പ്രഖ്യാപിച്ചിരുന്ന റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയുടെ കാര്യത്തിൽ അത് ശരിയായിരുന്നില്ല. അപ്രകാരം പേർഷ്യൻ ഗൾഫിൽ ഇറാഖ് ഇറാൻ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ കൂടുതലായുള്ള വരവ് ഉണ്ടാവുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാൻ്റെ നീക്കങ്ങളെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് നിരീക്ഷിക്കാനും ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ അമേരിക്കൻ പടക്കപ്പലിന് നേരെ യുദ്ധവിമാനം മിസൈലുകൾ തൊടുക്കുകയും 37 അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്ന അവസ്ഥയുമാണ് പേർഷ്യൻ ഗൾഫിൽ ഉണ്ടായത്. എന്നാൽ മിസൈലുകൾ തൊടുത്തത് ഇറാൻ ആയിരുന്നില്ല. പേർഷ്യൻ ഗൾഫിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ ഭാഗമായി ടാങ്കർ വാർ കലുഷിതമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. ഈ സമയം ഇറാഖ് മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഫ്രഞ്ച് നിർമ്മിത എക്സോസെറ്റ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഇറാനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇറാഖ് വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബഡ്ഡി റീഫ്യൂവലിംഗ് വിദ്യകൾ മെച്ചപ്പെടുത്തിയതോടെ അവരുടെ ആക്രമണങ്ങൾ പേർഷ്യൻ ഗൾഫിലെ ഇറാൻ്റെ പല മേഖലകളിലേക്കും വ്യാപിച്ചു. അൽജാറയിലെ പ്രധാന ബേസിൽ നിന്നും കുവൈത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഷൈബ എയർഫീൽഡിലേക്ക് മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ ആദ്യമെത്തും. അങ്ങനെ രാത്രികാല ആക്രമണത്തിനായി 2 വീതമാണ് പുറപ്പെട്ടിരുന്നത്. ഒന്നിൽ ആക്രമണത്തിനായുള്ള എക്സോസെറ്റ് മിസൈലുകളും മറ്റൊന്നിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ബഡ്ഡി ടാങ്കറുമായിരിക്കും. ഇറാനിയൻ റഡാറുകളുടെ നിരീക്ഷണമൊക്കെ ഒഴിവാക്കാനായി മിക്കപ്പോഴും കുവൈത്തിൻ്റെയും സൗദിയുടെയും ഒക്കെ വ്യോമാതിർത്തികളോട് ചേർന്നാണ് ഇവ പറക്കാറ്. അപ്രകാരം ലക്ഷ്യമേഖലയിൽ എത്തുമ്പോൾ ടാങ്കർ വിമാനം തിരിച്ചു പോകുകയും ആക്രമണത്തിനുള്ള വിമാനം അതിൻ്റെ സിറാനോ 4 റഡാർ ഉപയോഗിച്ച് ഇറാൻ തീരത്തെ നിരോധിത മേഖലയിലെ ഏതൊരു റഡാർ സൂചനയെയും ലക്ഷ്യമാക്കി എക്സോസെറ്റ് മിസൈൽ തൊടുത്തുവിടുകയും ചെയ്യും. ഇതായിരുന്നു പൊതുവിലുള്ള ഇറാഖിൻ്റെ ആക്രമണ രീതി. ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ മറ്റ് കപ്പലുകൾക്ക് പ്രവേശന വിലക്ക് ഉണ്ടായിരുന്നതിനാൽ റഡാറിൽ കാണുന്നതൊക്കെയും ഇറാനിയൻ ഷട്ടിൽ ടാങ്കറുകളായിരിക്കും എന്നതാണ് ഇറാഖ് പൈലറ്റുമാരുടെ അനുമാനം. നയപരമായി പൈലറ്റുമാർ ആക്രമണം നടത്തുന്നതിന് മുൻപ് ലക്ഷ്യം തിരിച്ചറിയണം എന്നുണ്ടെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം ഭയന്ന് പലരും ഇതിനെ നോക്കാറില്ല. ചുരുക്കിയാൽ എതിർമേഖലയിലെ തിരിച്ചറിയപ്പെടാത്ത റഡാർ അടയാളങ്ങൾക്ക് നേരെയാകും പലപ്പോഴും മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുള്ളത്. ഈ രീതിയിലുള്ള കലുഷിതമായ പേർഷ്യൻ ഗൾഫ് സാഹചര്യത്തിലാണ് കുവൈത്ത് ലോകത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നതും അതിനെ തുടർന്ന് അമേരിക്ക ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതും. ഇവിടെ കുവൈത്തി കപ്പലുകൾക്ക് സംരക്ഷണം നൽകുക എന്ന നിലയിൽ ഇറാനുമായുള്ള സംഘർഷമായിരുന്നു അമേരിക്ക ശ്രദ്ധിച്ചിരുന്നത്. ഏതായാലും പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ ഒട്ടനവധി പടക്കപ്പലുകൾ എത്തുകയും നിരീക്ഷണം നടത്താനും ആരംഭിച്ചു. ഈ സമയം ഇറാഖിൻ്റെ കപ്പൽ വേധ ആക്രമണങ്ങൾ കൂടുതൽ തെക്കോട്ട് വ്യാപിക്കുന്നു എന്ന മുന്നറിയിപ്പുകൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം നൽകുകയുമൊക്കെ ഉണ്ടായി. അതേസമയം തന്നെ അമേരിക്കയുടെ USS ഖൂൻസ് എന്ന കപ്പലും ഇറാഖിൻ്റെ മിറാഷ് F-1 യുദ്ധവിമാനവും അപകടകരമായ രീതിയിൽ മുഖാമുഖം വരുന്ന ഒരു സന്ദർഭവും ഉണ്ടായി. ഇതേ സമയം തന്നെ ഈ മേഖലയിലുണ്ടായിരുന്ന മറ്റൊരു പടക്കപ്പലാണ് USS സ്റ്റാർക്ക് എന്നത്. പ്രഖ്യാപിത നിരോധിത മേഖലയിൽ നിന്നും അധികം അകലെയല്ലാതെ നിലകൊണ്ടിട്ടും പൂർണ്ണ യുദ്ധസജ്ജമാവാതെ അഥവാ കണ്ടീഷൻ 1ലേക്ക് മാറാതെ കണ്ടീഷൻ 4 അഥവാ ലോവസ്റ്റ് അലേർട്ട് ലെവലിലായിരുന്നു USS സ്റ്റാർക്ക് നിലകൊണ്ടിരുന്നത്. കപ്പലിലെ റുട്ടീൻ പരിശോധനയിലായിരുന്നു
ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ആ സമയം എന്നും പറയാം. ഇതേ സമയം അമേരിക്കയുടെ ഒരു വിമാനം ഒരു ഇറാഖി വിമാനത്തെ കാണുകയുണ്ടായി. ആ സമയം ഇറാഖി വിമാനം USS സ്റ്റാർക്കിൽ നിന്ന് 320 കിലോമീറ്ററോളം അകലെയുമായിരുന്നു. വിമാനം തെക്കോട്ട് ആക്രമണ രീതിയിൽ തന്നെ മുന്നേറുന്നത് കണ്ട അമേരിക്കൻ പൈലറ്റ് ഈ വിവരം സ്റ്റാർക്കിൻ്റെ ക്യാപ്റ്റനായ ഗ്ലെൻ ബ്രിൻഡാലിനെ അറിയിക്കുകയുണ്ടായി. വിമാനം ഭീഷണിയായി മാറുന്ന തരത്തിൽ അടുത്തെത്തുകയാണെങ്കിൽ അറിയിക്കണമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞെങ്കിൽ പോലും ഈ സമയങ്ങളിൽ അദ്ദേഹം കപ്പലിൻ്റെ നിയന്ത്രണ മേഖലയായ ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. വിമാനം 120 കിലോമീറ്ററൊക്കെ അകലമെത്തിയപ്പോൾ USS സ്റ്റാർക്കിൻ്റെ സ്വന്തം റഡാർ ഇറാഖി വിമാനത്തെയും അതിൻ്റെ സിറാനോ 4 തെരച്ചിൽ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും കണ്ടെത്തി. എന്നാൽ അവിടെയും USS സ്റ്റാർക്കിലെ ഉദ്യോഗസ്ഥർക്ക് പിഴച്ചു. ഒരുപക്ഷെ ഇറാഖ് ആക്രമണം നടത്താൻ ഒരു സാധ്യതയുമില്ല എന്ന തോന്നലാവാം അതിന് കാരണം. വിമാനം ഏതായാലും കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. കപ്പലുമായി അടുത്തു വരുന്ന ക്ലോസസ്റ്റ് പോയിന്റ് ഓഫ് അപ്രോച്ചിന് ഏതാനും കിലോമീറ്റർ അകലെ എന്ന നിലയിൽ വിമാനം എത്തി. അതോടെ വിമാനം ഒരു അമേരിക്കൻ നാവികസേനാ കപ്പലിനെയാണ് സമീപിക്കുന്നത് എന്നും മുന്നേറിയാൽ വെടിവെക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള സ്വാഭാവിക മുന്നറിയിപ്പ് നൽകാൻ റഡാർ ഓപ്പറേറ്റർ ടാക്ടിക്കൽ ആക്ഷൻ ഓഫീസറോട് ശുപാർശ ചെയ്തെങ്കിലും കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന നിലയിലാണ് ആ ഉദ്യോഗസ്ഥൻ്റെ മറുപടി ഉണ്ടായത്. അമേരിക്കൻ അന്വേഷണ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആക്രമണമുണ്ടായത് 1987 മെയ് 17 രാത്രി 9 മണിയോടെയാണ്. ഇറാഖി വിമാനം ദിശ മാറിപ്പോവേണ്ട അവസാന പോയിന്റിൽ നിന്നും തിരിയാതെ കൂടുതൽ തെക്കോട്ട് മാറി USS സ്റ്റാർക്കിന് നേരെ തിരിഞ്ഞ് കൂടുതൽ വേഗതയിൽ താഴേക്ക് പറക്കാൻ രാത്രി 9:05 കൂടി തുടങ്ങി. 9:07 35 കിലോമീറ്റർ മാത്രം അകലെ വെച്ച് ഇറാഖി വിമാനം ആദ്യത്തെ എക്സോസെറ്റ് മിസൈൽ USS സ്റ്റാർക്കിന് നേരെ തൊടുത്തുവിട്ടു. ഇതേ സമയം സ്റ്റാർക്കിലെ റഡാറിൽ സിറാനോ 4 റഡാർ ടാർഗറ്റ് മൂഡിൽ ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതോടെ സ്റ്റാർക്ക് അടിയന്തര ഫ്രീക്വൻസി വഴി വിമാനത്തിന് റേഡിയോ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ സമയം 25 കിലോമീറ്റർ മാത്രം അകലെ എത്തിയിരുന്ന വിമാനം രണ്ടാം എക്സോസെറ്റ് മിസൈൽ കൂടി തൊടുത്തുവിടുകയും റേഡിയോ സന്ദേശത്തോട് പ്രതികരിക്കാതെ തന്നെ തിരിച്ചു പോവുകയുമാണ് ഉണ്ടായത്. USS സ്റ്റാർക്ക് കണ്ടീഷൻ 4 കൊണ്ട് തന്നെ ഫുൾ കോമ്പാക്ട് മൂഡിലായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ ഒട്ടനവധി പിഴവുകൾ കൂടെ സ്റ്റാർക്ക് ആ സമയം വരുത്തുകയുണ്ടായി. പ്രധാനമായും സ്റ്റാർക്കിൻ്റെ റഡാർ മിസൈൽ വിക്ഷേപണങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. കപ്പലിൻ്റെ മുൻവശത്ത് നിരീക്ഷണം നടത്തിയിരുന്ന ആളായിരുന്നത്രേ ആദ്യത്തെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ വിമാനം തിരിഞ്ഞു പോകാതെ കപ്പലിൻ്റെ ദിശയിലേക്ക് മാറിയപ്പോൾ ക്യാപ്റ്റനെ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ പെട്ടെന്ന് കണ്ടെത്താനുമായില്ല. അതുപോലെ കപ്പലിന് സമീപമുള്ള ഭീഷണികളെ നേരിടാനുള്ള CIWS അഥവാ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റർ ആ സമയം ബാത്റൂമിലായിരുന്നത്രേ. ഇത് നിയന്ത്രണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞതുമില്ല. അതുപോലെ കണ്ടീഷൻ 4 കൊണ്ട് തന്നെ CIWS ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. അതുപോലെ മിസൈലുകളുടെ ഗതി തെറ്റിക്കാനുള്ള SRBOC ലോഞ്ചറുകളും പ്രവർത്തന സജ്ജമായിരുന്നില്ല. വെപ്പൺസ് കൺട്രോൾ കൺസോളിൽ അഥവാ ആയുധ നിയന്ത്രണ കൺസോൾ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കപ്പലിൻ്റെ 76 mm തോക്ക് ഉപയോഗിക്കാനായി കപ്പൽ തിരിക്കുകയോ മറ്റായുധങ്ങൾ പ്രയോഗിക്കുകയോ പ്രതിരോധ നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കുകയോ USS സ്റ്റാർക്കിൽ ആ ആക്രമണ സമയത്ത് ഉണ്ടായില്ല എന്ന് കാണാം. ചുരുക്കിയാൽ പ്രതിരോധപരമായി ഒന്നും ചെയ്യാതെ പ്രതിരോധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു കപ്പലിലേക്കാണ് അന്ന് 2 എക്സോസെറ്റ് മിസൈൽ ആക്രമണം ഉണ്ടാവുന്നത്. ആദ്യത്തെ മിസൈൽ കപ്പലിൻ്റെ ഇടതുവശത്തായിട്ടാണ് തുളച്ചു കയറിയത്. രണ്ടാമത്തെ മിസൈൽ കുറച്ചകലെയായാണ് വീണതും പൊട്ടിത്തെറിച്ചതും. മിസൈൽ ആക്രമണത്തിൽ പൊട്ടിത്തെറിയും തീപിടുത്തവും USS സ്റ്റാർക്കിൽ സൃഷ്ടിക്കപ്പെട്ടു. മിസൈലുകൾ വീണ ഇടങ്ങളിൽ തീ പടരുകയും സമീപ മേഖലകളിലേക്ക് വ്യാപിക്കുകയുമൊക്കെ ഉണ്ടായി. ഈ ആക്രമണത്തിൽ 29 നാവികർ തൽക്ഷണം കൊല്ലപ്പെടുകയും പരിക്കേറ്റവരിൽ 8 പേർ പിന്നീട് മരിക്കുകയുമുണ്ടായി. അപ്രകാരം ഇറാഖിൻ്റെ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ സ്റ്റാർക്ക് കപ്പലിലെ 37 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാനം അടുത്തു വരുന്നു എന്ന ഭീഷണിയോടുള്ള മെല്ലെപ്പോക്ക് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീ അണയ്ക്കുന്നതിലും കപ്പൽ മുങ്ങാതെ രക്ഷിക്കുന്നതിലും ജീവനക്കാർ വീരോചിതമായി പോരാടുകയും അതിൽ വിജയിക്കുകയുമുണ്ടായി. 3500 ഡിഗ്രി വരെ താപനിലയുള്ള തീ അവർ പോരാടി അണക്കുകയുണ്ടായി. വെള്ളം കാരണം കപ്പൽ ഒരു വശത്തേക്ക് ചരിഞ്ഞതും അവർ പരിഹരിച്ചു. ഒടുവിൽ തീ അണച്ച ശേഷം സ്വന്തം എഞ്ചിൻ ഉപയോഗിച്ച് തന്നെ USS സ്റ്റാർക്ക്
ബഹ്റിനിൽ എത്തിച്ചേരുകയുണ്ടായി. അമേരിക്കൻ നാവിക മേഖലകളിൽ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായി കൂടി ഇത് മാറുകയുണ്ടായി. ഇറാഖ് ഈ ആക്രമണത്തിൽ അമേരിക്കയോട് മാപ്പ് പറയുകയും ഇതൊരു അപകടമായിരുന്നു എന്ന നിലയിൽ അവകാശപ്പെടുകയും ചെയ്തു. ഇതൊരു അപകടം തന്നെയായി പറയാമെങ്കിലും ലക്ഷ്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാതെ വെടിവെക്കുന്ന ഇറാഖിൻ്റെ രീതികൾക്ക് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. സംഭവത്തിൽ ഇറാഖി പൈലറ്റിനെ ഇറാഖ് തന്നെ വധിച്ചതായി ചില റിപ്പോർട്ടുകളൊക്കെ വന്നെങ്കിലും അത് സാധ്യമാവാൻ സാധ്യതകളില്ല. അത്തരമൊരു റിപ്പോർട്ട് ഇറാഖിൽ നിന്നും കാണാനും സാധിച്ചില്ല. ഏതായാലും ഇത്തരമൊരു അറ്റാക്കിന് ഇറാഖി ലീഡർഷിപ്പ് അനുമതി കൊടുത്തിരുന്നു എന്നതും അറ്റാക്ക് നടത്തിയ പൈലറ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നതും അവ്യക്തമായി തന്നെ തുടരുന്നു. പൈലറ്റിനെ ഏതായാലും ഇറാഖ് ഒരിക്കലും വെളിപ്പെടുത്തുകയോ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ല. ഇറാഖി വിമാനം 2 മിസൈലുകൾ പ്രയോഗിച്ചത് അമേരിക്കൻ നാവിക മേഖലയിലെ ഉന്നത തലങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. കാരണം ഫ്രാൻസ് ഇറാഖിന് നൽകിയ മിറാഷ് F-1 വിമാനത്തിന് ഒരു മിസൈൽ മാത്രമേ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്നുള്ളൂ. അതോടെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഡസോൾട്ട് ഫാൽക്കൺ 50 വിമാനമായിരുന്നെന്ന സിദ്ധാന്തത്തിന് ആ കാലത്ത് ശക്തി കൂടുന്നുണ്ട്. ഇറാഖികൾ ഡസോൾട്ട് ഫാൽക്കൺ 50ക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്തി യുദ്ധമേഖലകളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ 2 മിസൈലുകൾ വഹിക്കാൻ ഇറാഖികൾ തങ്ങളുടെ F-1 വിമാനത്തിൽ സ്വന്തമായി മാറ്റം വരുത്തിയിരുന്നെന്നും അതിൻ്റെ ശ്രമങ്ങളായിരുന്നു എന്നും പറയാറുണ്ട്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ ബ്രിണ്ടലിനെയും TAOനെയും കോർട്ട് മാർഷൽ ചെയ്യണമെന്ന് നാവികസേന അന്വേഷണ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു. എങ്കിലും ഇരുവരെയും വിചാരണ ചെയ്തില്ല. പകരം ശാസനക്കത്ത് നൽകി ഇരുവരും നാവികസേനയിൽ നിന്ന് നേരത്തെ തന്നെ വിരമിക്കുകയാണ് ഉണ്ടായത്. പ്രതിരോധ മേഖലയിൽ വമ്പിച്ച പരാജയമായിരുന്നെങ്കിലും കപ്പലിനെ രക്ഷിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥർ കാണിച്ച അസാധാരണമായ ധീരത പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ ഇളവുണ്ടായത്. ബഹ്റിനിൽ വെച്ച് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ തീർത്ത USS സ്റ്റാർക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായി തീർത്ത് വീണ്ടും സർവീസിൽ എത്തുകയുമൊക്കെ ഉണ്ടായി. പിന്നീട് പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ തന്നെ സേവനമനുഷ്ഠിച്ച USS സ്റ്റാർക്ക് എന്ന അമേരിക്കൻ പടക്കപ്പൽ 1999 ഡീകമ്മീഷൻ ചെയ്തത്. ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പേർഷ്യൻ ഗൾഫിൽ കുവൈത്തി ടാങ്കറുകൾക്ക് സംരക്ഷണമൊരുക്കാനായി അമേരിക്കൻ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് എത്തിത്തുടങ്ങി. പതാക മാറ്റിയ കുവൈത്തി ടാങ്കറുകൾക്ക് അമേരിക്കൻ നാവികസേന അകമ്പടി നൽകുന്ന ദൗത്യത്തിന് ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ എന്നാണ് വിളിക്കപ്പെട്ടത്. അപ്രകാരം ഈ ദൗത്യം ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ജൂലൈയിലാണെങ്കിലും അതിനു മുന്നേ 1987 മെയ് 25 തന്നെ ബഹ്റിനിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടുപോയിരുന്ന കുവൈത്ത് പതാകയുള്ള ഒരു ചരക്ക് കപ്പലിന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സുരക്ഷാ അകമ്പടി നൽകിയിരുന്നു. കുവൈത്തി കപ്പലുകൾക്ക് അകമ്പടി നൽകിയതിലൂടെ ഇറാനുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിൻ്റെ വഴിയും അമേരിക്ക പേർഷ്യൻ ഗൾഫിൽ തുറന്നിട്ടു. 1987 ജൂലൈ 24 മുതൽ 1988 സെപ്റ്റംബർ 26 വരെയാണ് ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ നീണ്ടുനിന്നത്. സ്വാഭാവികമായും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ നേവൽ കോൺവോയ് ഓപ്പറേഷൻ കൂടിയായിരുന്നു ഇത്. ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ച ഈ സമയം വർഷങ്ങൾ കഴിഞ്ഞിരുന്നല്ലോ. കരയുദ്ധം ഏതാണ്ട് സ്തംഭനാവസ്ഥയിൽ നിലനിന്നതിനാൽ ഉടലെടുത്തിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇരു രാജ്യങ്ങളും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം കൂടി. ഇരു രാജ്യങ്ങളും എതിർ നഗരങ്ങളിലേക്ക് തന്നെ അഥവാ ജനവാസ മേഖലകൾ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് വൻതോതിൽ സ്കഡ് മിസൈലുകൾ പ്രയോഗിക്കാനും തുടങ്ങി. കരയിലെ നിശ്ചലാവസ്ഥ കാരണം പേർഷ്യൻ ഗൾഫിൽ യുദ്ധത്തിൻ്റെ രീതികൾ തന്നെ മാറി മറിയുകയും ചെയ്തു. ഷാറ്റ് അൽ അറബ് ജലപാതയിലൂടെ ഇറാൻ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി ഇറാഖിൻ്റെ അൽ ഫാസ് പെനിൻസുല തന്നെ പിടിച്ചെടുക്കുന്ന അവസ്ഥയുമുണ്ടായി. ഇറാഖിൻ്റെ എയർ ആക്രമണങ്ങൾ എന്ന പോലെ തിരിച്ചടി എന്നോണം IRGCN കടലിൽ മൈനുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനവുമെടുത്തു. USS സ്റ്റാർക്ക് കപ്പലിന് നേരെ ഇറാഖിൻ്റെ ആക്രമണം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇറാൻ്റെ മൈൻ തട്ടി ആദ്യത്തെ കപ്പൽ അപകടവും സൃഷ്ടിക്കപ്പെട്ടു. കുവൈത്ത് വാടകയ്ക്കെടുത്തിട്ടുള്ള 3 സോവിയറ്റ് ടാങ്കറുകളിൽ ഒന്നായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിൻ്റെ ഭാഗമായി ആദ്യത്തെ വാഹന വ്യൂഹം ജൂലൈ 22 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് കുവൈത്തിലേക്ക് പുറപ്പെട്ടു. അമേരിക്കൻ പതാക വഹിക്കുന്ന 2 കുവൈത്തി കപ്പലുകളായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഗ്യാസ് പ്രിൻസ് എന്ന ഒരു ടാങ്കറും 4 ലക്ഷത്തിലധികം ടൺ കപ്പാസിറ്റിയുള്ള ബ്രിഡ്ജ് ടൺ എന്ന വലിയ ടാങ്കറുമായിരുന്നു ഇവ. ഇതിൻ്റെ പഴയ കുവൈത്തി പേര് അൽ റഖാഖ് എന്നുമായിരുന്നു. USS വോർഡൻ
USS ഫോക്സ്, USS കിഡ്, USS ക്രോംലിൻ, USS ക്രാക്ലിംഗ് എന്നീ കപ്പലുകൾ ഈ ദൗത്യത്തിന് സുരക്ഷയൊരുക്കുകയും ചെയ്തു. നിർണായകമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടക്കുന്ന സമയത്ത് ഇറാൻ്റെ 4 F-4 ഫൈറ്റേഴ്സിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിലും യാതൊന്നും സംഭവിക്കാതെ ഈ കപ്പലുകൾ കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലൂടെ യാത്ര തുടരുകയുണ്ടായി. ഈ കപ്പലുകളുടെ നീക്കത്തെക്കുറിച്ച് ഇറാനികൾക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അമേരിക്കൻ റിപ്പോർട്ടുകൾ. IRGCN ഈ കപ്പലുകളിൽ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉണ്ടെന്ന നിലയിൽ പ്രസ്താവിക്കുകയും വടക്കൻ ഗൾഫിൻ്റെ മധ്യത്തിലുള്ള ഫാർസി ദ്വീപിന് പടിഞ്ഞാറ് കൂടെ കപ്പലുകൾ കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി IRGCNൻ്റെ നിരവധി ചെറിയ ബോട്ടുകൾ കപ്പൽ ചാലിൽ അഥവാ വളരെ വലിയ കപ്പലായ ബ്രിഡ്ജറ്റണിന് കടന്നു പോകാൻ കഴിയുന്ന ആഴമുള്ള മേഖലയിൽ മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ഫാർസി ദ്വീപിന് സമീപം ഇറാൻ്റെ ചില അസാധാരണമായ നീക്കങ്ങൾ അമേരിക്കൻ ഇൻ്റലിജൻസ് കണ്ടെത്തിയിരുന്നു. ഇത് IRGCNൻ്റെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള നേരിട്ടൊരു ആക്രമണ പദ്ധതി ആയിരുന്നെങ്കിലും പിന്നീട് ഇറാൻ അത് ഉപേക്ഷിച്ചു. എന്നാൽ മൈനുകൾ സ്ഥാപിക്കുന്നതോ സ്ഥാപിച്ച സമയമോ ഒന്നും കൃത്യസമയത്ത് US ഇൻ്റലിജൻസ് കണ്ടെത്തിയതുമില്ല. അതുകൊണ്ട് ചെന്ന് എത്തിച്ചത് അമേരിക്കൻ നാവികസേന നേരിട്ട ഒരു വലിയ നാണക്കേടിലേക്കായിരുന്നു. കപ്പലുകളുടെ സഞ്ചാരപാതയിൽ ജൂലൈ 24-ന് ബ്രിഡ്ജറ്റൺ കപ്പൽ IRGCN സ്ഥാപിച്ചിട്ടുള്ള ഒരു മൈനിൽ ചെന്നിടിക്കുകയുണ്ടായി. വലിയ കപ്പലായതിനാൽ മൈനിൻ്റെ പ്രഹരശേഷിയൊക്കെ ഉൾക്കൊള്ളാൻ ബ്രിഡ്ജറ്റൺ ടാങ്കറിന് കഴിഞ്ഞിരുന്നു. കപ്പലിൽ വലിയൊരു ദ്വാരമൊക്കെ വീണെങ്കിലും ടാങ്കറിനെ അത് കാര്യമായി ബാധിച്ചില്ല. ചെറിയ വേഗതയിൽ തന്നെ കപ്പൽ മുന്നോട്ട് പോയി. എന്നാൽ ബ്രിഡ്ജറ്റൺ കപ്പൽ കുവൈത്തിലെത്തുമ്പോൾ അതിന് സുരക്ഷ നൽകേണ്ട അമേരിക്കൻ കപ്പലുകൾ ബ്രിഡ്ജറ്റണിൻ്റെ സഞ്ചാരപാതയ്ക്ക് പുറകിലായി വരുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മൈനുകൾ നീക്കം ചെയ്യുന്ന കപ്പലുകൾ പോലെ യുദ്ധക്കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ബ്രിഡ്ജറ്റൺ എന്ന വലിയ കപ്പലിനെ അമേരിക്ക ഉപയോഗിച്ചു എന്ന നിലയിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ടാങ്കറിന് പുറകിൽ ഒളിച്ചു എന്ന നിലയിലും വാർത്തകൾ പരന്നു. അമേരിക്കയെ തറപറ്റിച്ചു എന്ന നിലയിലും ഇറാനിയൻ മേഖലയിൽ വ്യാപകമായ പ്രൊപ്പഗാണ്ട വാർത്തകളും സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഏതായാലും അമേരിക്കൻ പടക്കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ മുതിരില്ല എന്ന അനുമാനം ഇതോടെ തകരുകയും ചെയ്തു. ഇറാനിയൻ എയർഫോഴ്സോ നേവിയോ അമേരിക്കയെ എതിർക്കാൻ മാത്രം ശക്തിയില്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ടൊരു ആക്രമണത്തിന് ഇറാൻ മുതിരില്ലെന്നും പകരം ഹിറ്റ് ആൻഡ് റൺ തരത്തിലുള്ള ആക്രമണങ്ങളെ നടത്തൂ എന്നും അമേരിക്കൻ റിപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിലും മൈനുകൾ സ്ഥാപിച്ച് അമേരിക്കൻ മുന്നേറ്റത്തെ തന്നെ അത് ബാധിച്ചതോടെ അത് തകർക്കാനായി അമേരിക്ക പുതിയ നടപടികളെടുത്തു. അമേരിക്കൻ പടക്കപ്പലുകൾ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിരുന്നെങ്കിലും പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ ഉള്ള സംവിധാനങ്ങൾ അമേരിക്ക എത്തിച്ചിരുന്നില്ല എന്ന് ഇതോടെ വ്യക്തമായി. വൈകാതെ 8 MH-53 സീ സ്റ്റാലിയൻ മൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകളും 8 ഓഷ്യൻ ഗോയിങ് മൈൻ സ്വീപ്പറുകളും 6 കോസ്റ്റൽ മൈൻ സ്വീപ്പറുകളുമൊക്കെ പേർഷ്യൻ ഗൾഫിൽ സുരക്ഷാ ചുമതലയ്ക്കായി നിയോഗിക്കപ്പെട്ടു. തീവ്ര സ്വഭാവക്കാരായ പ്രവചനാതീതരായ അപ്രതീക്ഷിത യുദ്ധരീതികൾ തിരഞ്ഞെടുത്തിരുന്ന IRGCN നാവികർ അമേരിക്കയുടെ ഭീഷണിയൊന്നും വകവയ്ക്കാതെ പേർഷ്യൻ ഗൾഫിലെ പല മേഖലകളിലും മൈനുകൾ സ്ഥാപിക്കുന്നത് തുടർന്നു. ഇത്തരത്തിൽ കപ്പൽ ചാലുകളിൽ മൈനുകൾ വർദ്ധിച്ചതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും അതൊരു വലിയ ഏറ്റുമുട്ടലിൻ്റെ സൂചനകളൊക്കെ നൽകുകയുമുണ്ടായി. തങ്ങൾ മൈനുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്ന നിലയിലാണ് ഇറാൻ ഔദ്യോഗിക മേഖല പ്രതികരിച്ചിരുന്നതെങ്കിലും IRGCN പേർഷ്യൻ ഗൾഫിൽ പല രീതിയിലുള്ള യുദ്ധമുറകളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ പലയിടത്തും കപ്പലുകൾ മൈനിൽ ഇടിക്കാനും അപൂർവമായി ചിലത് മുങ്ങുന്ന അവസ്ഥകളുമൊക്കെ പേർഷ്യൻ ഗൾഫിൽ വന്നെത്തി. ഓഗസ്റ്റ് 10-ന് അമേരിക്കയിലെ ഒരു കമ്പനി വാടകയ്ക്കെടുത്തിരുന്ന ടെക്സാക്കോ കരീബിയൻ എന്ന ടാങ്കർ ഫുജൈറയ്ക്ക് സമീപം ഒരു മൈനിൽ തട്ടി അപകടം സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് ഇറാനിയൻ മൈനുകൾ സ്ഥാപിക്കപ്പെടുന്നത് ഈ രീതിയിൽ ആദ്യമായിട്ടായിരുന്നു. അന്നേ ദിവസം തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായിരുന്ന USS കോൺസ്റ്റലേഷനിൽ നിന്ന് പറന്നുയർന്ന F-14 യുദ്ധവിമാനം അമേരിക്കയുടെ തന്നെ ഒരു P-3 നിരീക്ഷണ വിമാനത്തിന് നേരെ ശത്രുതാപരമായ നീക്കം നടക്കുന്നുവെന്ന് സംശയം തോന്നുകയും അതിന് കാരണമായ റഡാർ അടയാളത്തിന് നേരെ 2 സ്പാരോ എയർ ടു എയർ മിസൈലുകൾ തൊടുത്തുവിടുകയും ഉണ്ടാവുന്ന അവസ്ഥയുമൊക്കെ വന്നെത്തി. എന്നാൽ അവയൊന്നും ലക്ഷ്യത്തിലൊന്നും എത്തുകയുണ്ടായില്ല. ഈ രീതിയിൽ ഇറാനും അമേരിക്കയും ഏത് നിമിഷവും നേരിട്ടൊരു ഏറ്റുമുട്ടൽ സംഭവിക്കാമെന്ന നിലയിൽ പേർഷ്യൻ ഗൾഫ് മേഖല കലുഷിതമായി തുടരുകയാണ്.
കുവൈത്തിലേക്ക് ടാങ്കറുകൾ സുരക്ഷിതമായി എത്തിക്കാനായിട്ടായിരുന്നല്ലോ അമേരിക്ക ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിന് തുടക്കമിടുന്നത്. എന്നാൽ ബ്രിഡ്ജ് ടേൺ സംഭവത്തിന് ശേഷം, അഥവാ ആദ്യത്തെ കോൺവോയ് ഓപ്പറേഷനിൽ തന്നെ അപകടത്തിന് ശേഷം, ഈ മേഖലയിൽ സുരക്ഷയ്ക്കും പട്രോളിങ്ങിനും, പ്രത്യേകിച്ച് രാത്രിയിലെ നിരീക്ഷണത്തിനും കൂടുതൽ ശക്തി ആവശ്യമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി രഹസ്യമായി ഒരു ദൗത്യത്തിനു കൂടി രൂപം കൊടുത്തു. അതാണ് ഓപ്പറേഷൻ പ്രൈം ചാൻസ്. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ നാവികസേന ഫ്രിഗേറ്റുകളിൽ അമേരിക്കൻ കരസേനയുടെ പ്രത്യേക ദൗത്യങ്ങൾക്കുള്ള ആക്രമണ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുകയുണ്ടായി. ഇതിനു പുറമെ ഹെർക്കുലീസ്, വിബ്രൗൺ 7 എന്നീ ബാർജുകൾ വാങ്ങി സഞ്ചരിക്കുന്ന കടൽ ബേസുകളായി, അഥവാ മൊബൈൽ സീ ബേസസായി അമേരിക്ക ഉപയോഗിച്ചു. ഇവയിൽ ഓരോന്നിലും ഒരു സീൽ പ്ലാറ്റൂൺ, 2 ഫാസ്റ്റ് പട്രോൾ ബോട്ടുകൾ, US ആർമിയുടെ ഹെലികോപ്റ്ററുകൾ, US മറൈൻ കോർപ്സ്, EOD അഥവാ സ്ഫോടക വസ്തുക്കളൊക്കെ നിർവീര്യമാക്കുന്ന സംഘം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ സീ ബേസിലെ ഡിഫൻസ് ടീം നേവൽ സ്പെഷ്യൽ വാർഫെയർ ടാസ്ക് യൂണിറ്റ്സ് എന്ന രീതിയിൽ നിലകൊള്ളുകയും IRGCN പേർഷ്യൻ ഗൾഫിൽ മൈനുകൾ സ്ഥാപിക്കുന്നത് തടയാനുള്ള മിഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. പേർഷ്യൻ ഗൾഫിലെ തീർത്തും അപകടകരമായ ഒരു മിഷൻ തന്നെയായിരുന്നു ഇത് എന്നും പറയാം. 1987 ഓഗസ്റ്റിൽ തീർത്തും രഹസ്യമായി തുടങ്ങിയ ഓപ്പറേഷൻ പ്രൈം ചാൻസ് തൊട്ടടുത്ത മാസം സെപ്റ്റംബറിൽ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു വിജയം ഇറാനുമേൽ നേടുകയുണ്ടായി. ഇറാൻ്റെ മൈൻ ലേയിങ് കപ്പൽ തന്നെ പിടിച്ചെടുത്ത് നശിപ്പിക്കുന്ന ഒരു മിഷനായിരുന്നു അത്. ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിനോടൊപ്പം തന്നെ അമേരിക്ക രഹസ്യമായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ പ്രൈം ഫോക്കസിൽ വ്യാപകമായ തിരച്ചിലുകളും എയർ നിരീക്ഷണങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. പേർഷ്യൻ ഗൾഫിൽ നേരിട്ടിറങ്ങിയുള്ള പരീക്ഷണം അപകടകരമായിരുന്നിട്ടും 1987 സെപ്റ്റംബർ 21 അമേരിക്ക നിർണായകമായ ഒരു വിജയം നേടുന്നതിൽ അത് കൊണ്ടുചെന്നെത്തിച്ചു. ഇറാനിലെ സ്വാഭാവിക നേവിയായിരുന്ന IRINൻ്റെ ഭാഗമായിരുന്ന ഇറാൻ അജർ എന്നൊരു കപ്പൽ ഈ സമയം IRGCN പിടിച്ചെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കപ്പലിലെ ജീവനക്കാരിൽ ഇറാനിയൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ഒരുപോലെ ഉണ്ടായിരുന്നു. ബഹ്റിനിലേക്കുള്ള പ്രധാന കപ്പൽ ചാലിൽ നിക്ഷേപിക്കാനായി 18 മൈനുകൾ ഈ കപ്പലിലുണ്ടായിരുന്നു. അതുപോലെ കപ്പലിൻ്റെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങളും IRGCN അവരുടെ രഹസ്യാന്വേഷണ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന റോസ്തം ഓയിൽ പ്ലാറ്റ്ഫോമിൽ കപ്പൽ എത്തിയതുമൊക്കെ അമേരിക്കൻ മേഖലകളിൽ സംശയം ജനിപ്പിച്ചതിൻ്റെ ഭാഗമായി പേർഷ്യൻ ഗൾഫിൽ ഇറാൻ അജർ കപ്പൽ തേടി അമേരിക്കയുടെ സൈനിക നീക്കം അഥവാ നിരീക്ഷണം ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി USS ജാരറ്റ് എന്ന കപ്പലിൽ നിന്നും 2 അമേരിക്കൻ ആർമി ഹെലികോപ്റ്ററുകൾ പറക്കുകയും നിരീക്ഷണത്തിനിടയിൽ ഇറാൻ അജർ മൈനുകൾ കടലിൽ നിക്ഷേപിക്കുന്നത് നേരിട്ട് കണ്ടെത്തുകയുമുണ്ടായി. അതിനെ തുടർന്ന് ആക്രമിക്കാൻ അനുമതി ലഭിച്ചതോടെ ഹെലികോപ്റ്ററുകൾ റോക്കറ്റുകളും മെഷീൻ ഗണ്ണുകളും ഉപയോഗിച്ച് കപ്പലിനെ ആക്രമിക്കുകയുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന കുറച്ചുപേർ കൊല്ലപ്പെടുകയും ചിലർ കടലിലേക്ക് ചാടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുകയുമുണ്ടായി. തിരിച്ചുപോയി ആയുധങ്ങൾ നിറച്ച ശേഷം 15 മിനിറ്റോടെ ഹെലികോപ്റ്ററുകൾ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് പരിക്കേറ്റ ജീവനക്കാർ ബാക്കിയുള്ള മൈനുകൾ കൂടി നിക്ഷേപിച്ച് അവരുടെ ദൗത്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു. അതോടെ ഹെലികോപ്റ്ററുകൾ വീണ്ടും ആക്രമണം നടത്തുകയും തുടർന്ന് അമേരിക്കൻ സീൽ ടീം എത്തി കപ്പലിൽ കയറി ബാക്കിയുണ്ടായിരുന്ന 10 മൈനുകൾ ഉൾപ്പെടെ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തു. ആക്രമണത്തിൽ രക്ഷപ്പെട്ട 26 ഇറാനികളെ അമേരിക്കൻ നേവി പിടികൂടി പിന്നീട് UAE വഴി ഇറാനിലേക്ക് തന്നെ അയക്കുകയാണ് ഉണ്ടായത്. ഈ മൈൻ നിക്ഷേപിക്കാൻ പോയ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തെയും ഇറാൻ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടൊന്നുമില്ല. ഏതായാലും അമേരിക്ക ഈ കപ്പലിനെ കടലിൽ തന്നെ മുക്കിക്കളയുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, കപ്പൽ പിടിച്ചെടുത്തപ്പോൾ ഇറാൻ്റെ യുദ്ധപദ്ധതികളുടെയും അമേരിക്കക്കെതിരെ ചെയ്യാൻ പറ്റുന്ന നീക്കങ്ങളെയും ഒക്കെ സംബന്ധിച്ച് രേഖകളുണ്ടായിരുന്നു. അതും അമേരിക്കയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇറാൻ അജർ കപ്പൽ പിടിച്ചെടുത്ത് തകർത്ത സംഭവത്തിൽ IRGCN പ്രതികാര നടപടികൾ സൃഷ്ടിക്കാനായി പദ്ധതികളുണ്ടാക്കി. അമേരിക്കയുടെ ബാർജുകൾ ഉൾപ്പെടെ സൗദി തീരമേഖലയിലെ സൈനിക മേഖലകൾ 60ഓളം സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് ഒരുമിച്ച് ആക്രമിക്കുക എന്നതായിരുന്നു IRGCN കൈക്കൊണ്ട തന്ത്രം. ഇതിനവർ ഓപ്പറേഷൻ ഹജ്ജ് എന്ന് പേര് നൽകുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഈ നീക്കം നേരത്തെ തന്നെ കണ്ടെത്തുകയും സൗദിയും അമേരിക്കയ്ക്കും അതിനാവശ്യമായ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ ഇറാൻ ആക്രമണം നടത്താൻ തീരുമാനിച്ച 1987 ഒക്ടോബർ 3 രാത്രി കടൽ പ്രക്ഷുബ്ധമായതിനാൽ ഇറാന് ബോട്ടുകൾ അണിനിരത്തി ഒരുമിച്ച് ആക്രമണം ആരംഭിക്കാൻ സാധിച്ചില്ല. അതോടെ ദൗത്യം ഇറാന് ഉപേക്ഷിക്കേണ്ടിയും വന്നു.
എന്നാൽ ഇതിൽ നിന്നും പിന്മാറാതെ തിരിച്ചടിക്കായി ഒക്ടോബർ 8 രാത്രി ഇറാൻ മറ്റൊരു നീക്കം കൂടി നടത്തി. ഇത്തവണ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാര്യമായ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഫാർസി ദ്വീപിനു സമീപം 3 ഇറാനിയൻ സ്പീഡ് ബോട്ടുകളെ USS ക്ലാർക്കിങ്ങിൽ നിന്ന് നിരീക്ഷണത്തിനായി പുറപ്പെട്ട ആർമി ഹെലികോപ്റ്റർ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇത്തവണ ഒരു ബോട്ടിൽ നിന്ന് അമേരിക്കൻ ഹെലികോപ്റ്റർ നേരെ ഒരു മിസൈൽ തന്നെ തൊടുക്കുകയുണ്ടായി. പിന്നീട് ഇറാൻ ഫയർ ചെയ്തത് അമേരിക്കൻ നിർമ്മിതമായ സ്റ്റിങ്ങർ മിസൈൽ ആയിരുന്നു എന്നും തെളിഞ്ഞു. ഏതായാലും ആക്രമണം നടന്നതോടെ ഹെലികോപ്റ്ററുകൾ ബോട്ടുകൾക്ക് നേരെ തിരിച്ചടിക്കുകയും ഇറാൻ്റെ ആ ബോട്ടുകളെ തകർക്കുകയും ചെയ്തു. ഈ തകർക്കപ്പെട്ട ബോട്ടുകളിൽ നിന്നാണ് സ്റ്റിങ്ങർ മിസൈലുകളുടെ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് ലഭിച്ചത്. ഈ ഏറ്റുമുട്ടലിൽ 7 ഇറാനികൾ കൊല്ലപ്പെട്ടു. ഇറാൻ്റെ കൈവശം ഇത്തരത്തിലുള്ള അമേരിക്കൻ ആയുധങ്ങൾ ഉണ്ടെന്നതിൻ്റെ ആദ്യ തെളിവ് കൂടിയായിരുന്നു ഇത്. ഈ സമയം ഏതാനും ഇറാനിയൻ കമാൻഡോകൾ സൗദി തീരത്തൊക്കെ എത്തിയിരുന്നെങ്കിലും നേരിട്ട കനത്ത തിരിച്ചടി കാരണം അവർ ദൗത്യം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എന്നാലും തിരിച്ചടിക്കുക എന്ന ആശയത്തിൽ തന്നെ ഇറാൻ തുടരുകയുണ്ടായി. അതിനായി അവർ പുതിയ മാർഗങ്ങളും തേടിക്കൊണ്ടിരുന്നു. ഇറാഖിൻ്റെ അൽഫാവ് പെനിൻസുല പിടിച്ചെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇറാഖിൻ്റെ സിൽക്ക് വോം ക്രൂയിസ് മിസൈലുകളും ഇറാൻ പിടിച്ചെടുത്തിരുന്നു. ചൈനീസ് നിർമ്മിതമായ ഈ മിസൈലുകൾക്ക് അൽഫാവിലെ വിക്ഷേപണ മേഖലയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ കുവൈത്ത് തീരത്തെ എണ്ണക്കപ്പൽ ടെർമിനൽ വരെ എത്താൻ ശേഷിയുണ്ടായിരുന്നു. IRGCയും ചൈനയുടെ കൈകളിൽ നിന്ന് സിൽക്ക് വോം മിസൈലുകൾ വാങ്ങിയിരുന്നെങ്കിലും അവർ ലോഞ്ച് സൈറ്റ്സ് ഒരുക്കാൻ ശ്രമിച്ചത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് മേഖലകളിലായിരുന്നു. ഏതായാലും അൽഫാവ് പെനിൻസുലയിലെ വിക്ഷേപണ മേഖലയിൽ നിന്നും ഇറാൻ തിരിച്ചടി എന്നോണം ആക്രമണങ്ങൾ നടത്താൻ ആരംഭിച്ചു. ഒക്ടോബർ 15 ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ കുവൈത്ത് തീരത്ത് നങ്കൂരമിട്ടിരുന്ന അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള സുങ്കാരി എന്ന ടാങ്കറിൽ പതിക്കുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ ഇറാൻ്റെ മറ്റൊരു സിൽക്ക് വോം മിസൈൽ ആക്രമണം അത് അമേരിക്കൻ പതാകയുണ്ടായിരുന്ന സീ ഐൽ സിറ്റി എന്ന ടാങ്കറിൽ പതിക്കുകയും വലിയ അപകടം സംഭവിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. അമേരിക്കക്കാരനായിരുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. അതോടെ അമേരിക്കയുടെ തിരിച്ചടിയും ഒരുങ്ങി. അങ്ങനെയാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്നോണം 1987 ഒക്ടോബർ 19 തന്നെ അമേരിക്ക ഓപ്പറേഷൻ നിംബിൾ ആർച്ചർ നടപ്പിലാക്കുന്നത്. ഇറാൻ രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന റഷാദത്ത് എണ്ണപ്പാടത്തെ പ്ലാറ്റ്ഫോമുകൾ ഉപേക്ഷിക്കാനായി ഇറാനികൾക്ക് USA 20 മിനിറ്റ് സമയം നൽകുകയുണ്ടായി. തുടർന്ന് USS ഹോയൽ, USS ലെഫ്റ്റ്വിച്ച്, USS ജോൺ യങ് എന്നീ യുദ്ധക്കപ്പലുകൾ ചേർന്ന് തങ്ങളുടെ വമ്പൻ തോക്കുകൾ ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾക്ക് നേരെ വെടിയുതിർത്തു. പ്ലാറ്റ്ഫോമുകൾ എന്നത് ഇരുമ്പ് ചട്ടക്കൂടുകളായതിനാൽ അവ വെടിയുതിർക്കലിൽ തകർന്നില്ല. പിന്നീട് അമേരിക്കൻ സീൽ ടീം പ്ലാറ്റ്ഫോമിൽ കയറി പ്രധാനപ്പെട്ട രേഖകളൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം സ്ഫോടക വസ്തുക്കൾ വെച്ച് ആ മേഖല തകർക്കുകയാണ് ഉണ്ടായത്. ഹെലിപാഡുകൾ നിറഞ്ഞ ഈ മേഖല ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്നവയായിരുന്നു. ഇറാൻ അജർ പിടിച്ചെടുത്തതിനും ഓപ്പറേഷൻ നിംബിൾ ആർച്ചറിനും ശേഷം പേർഷ്യൻ മേഖല കലുഷിതമായി തന്നെ തുടർന്നെങ്കിലും അമേരിക്കയും ഇറാനും നേരിട്ട് വെടിയുതിർക്കുന്നതിന് ഒരു താൽക്കാലിക വിരാമമുണ്ടായി. എന്നാൽ ഇറാനും ഇറാഖും തമ്മിൽ നടക്കുന്ന കരയുദ്ധം ഒരു ചോരപ്പുഴയായി തന്നെ തുടർന്നു. കരയുദ്ധം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാതെ ഫ്രണ്ട് ലൈനുകളിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിച്ചപ്പോൾ ഇരുപക്ഷവും ജനവാസമേന്ദ്രങ്ങളിലേക്കടക്കം സ്കഡ് മിസൈലുകൾ വ്യാപകമായി ഉപയോഗിച്ച് നഗരമേഖലകളൊക്കെ തകർക്കുന്നത് സ്ഥിരമായി. 1988 മാർച്ച് 18 ഇറാഖ് ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഖാർഗ് ഐലൻഡിന് നേരെ വലിയൊരു ആക്രമണം നടത്തുകയും ഇറാൻ്റെ 2 സൂപ്പർ ടാങ്കറുകൾ തകർക്കുകയും ചെയ്തു. ഇറാൻ്റെ F-14 വിമാനങ്ങളുടെ തിരിച്ചടിയിൽ ഇറാഖിൻ്റെ 3 ബോംബർ വിമാനങ്ങളെ വെടിവെച്ചിടുകയുമുണ്ടായി. പേർഷ്യൻ ഗൾഫിൽ ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെയും മറ്റും ആക്രമിക്കുന്ന കാര്യം പറയുകയുണ്ടായല്ലോ. ഇവിടെ അമേരിക്കൻ നേവിക്ക് വിദേശ കപ്പലുകളെ നേരിട്ട് പ്രതിരോധിക്കാൻ അനുവാദമില്ലായിരുന്നെങ്കിലും പിന്നീട് ആക്രമണങ്ങളെ തടയാൻ ആ കപ്പലുകൾക്ക് തൊട്ടടുത്ത് നിലയുറപ്പിക്കാനും ഇറാൻ്റെ പല ആക്രമണ ശ്രമങ്ങളെയും സമർത്ഥമായി തടയാനും അനുവാദം നൽകുകയുണ്ടായി. ഇതിൽ USS സാമുവൽ B. റോബർട്ട്സ് എന്ന ഫ്രിഗേറ്റ് ഇറാൻ്റെ കുപ്രസിദ്ധമായ സബലാൻ എന്ന കപ്പലിനെ നിരന്തരം പ്രതിരോധിക്കുകയും പല ആക്രമണ ശ്രമങ്ങളെയും തടയുകയും ചെയ്തു. ആ കാലത്ത് പേർഷ്യൻ ഗൾഫിൽ സബലാൻ എന്ന കപ്പൽ സ്വാഭാവിക കപ്പലുകളെ അപേക്ഷിച്ച് പേടി സ്വപ്നമായിരുന്നു എന്ന് പറയാം. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ആയുധങ്ങളൊന്നുമില്ലാത്ത സാധാരണ കപ്പലുകൾക്ക് നേരെ പോലും ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെക്കുന്ന രീതി പിന്തുടർന്നിരുന്ന ഒരു കപ്പലായിരുന്നു സബലാൻ എന്നത്.
പലപ്പോഴും മർച്ചൻ്റ് ഷിപ്പുകളിലേക്ക് പരിശോധന എന്ന പേരിൽ കയറിയതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ആളുകളുള്ള ബ്രിഡ്ജിലേക്ക് തന്നെ വെടിയുതിർക്കുന്നതും സ്ഥിരമായിരുന്നു. അതുകൊണ്ട് തന്നെ സബലാൻ എന്ന കപ്പലും അതിൻ്റെ ക്യാപ്റ്റനും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുപ്രസിദ്ധി ആർജിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സബലാനെ നേരിടാനായി നേരിട്ടിറങ്ങിയ സാമുവൽ റോബർട്ട്സിൻ്റെ സാന്നിധ്യം മൂലം നിഷ്പക്ഷ കപ്പലുകളിലെ ഒട്ടനവധി നാവികരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയാം. ആക്രമണ മേഖലയിൽ എപ്പോഴും മികച്ചു നിന്നതും സാമുവൽ ബി റോബർട്ട്സ് തന്നെയായിരുന്നു. അതിൻ്റെ ക്യാപ്റ്റനായിരുന്ന പോൾ എക്സ്റനിൻ്റെ ധീരമായ നീക്കങ്ങളും ഇതിന് ബലമേകി. ഏതായാലും അധികം വൈകാതെ USS സാമുവൽ ബി റോബർട്ട്സിന് നേരെ ഒരു മൈൻ ആക്രമണമുണ്ടായി. ഇത് ഈ കപ്പലിനെ തന്നെ ലക്ഷ്യം വെച്ച് ചെയ്തതാണോ എന്നതിൽ കൃത്യതയില്ല. ഇറാൻ്റെ നീക്കങ്ങളെ പലകുറി തകർത്തത് കൊണ്ട് തന്നെ അതിനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ഏണസ്റ്റ് വില്ലിൻ്റെ ആദ്യ എസ്കോട്ട് യാത്രയിലെ അപകടത്തിനപ്പുറം ഒരു അപകടവും ഉണ്ടായിട്ടുമില്ല. 1988 ഏപ്രിൽ 13 രാത്രിയിൽ IRINൻ്റെ ഭാഗമായിരുന്ന ചരക് എന്ന കപ്പൽ USS റോബർട്ട് സഞ്ചരിക്കാനിരുന്ന വഴിയിൽ 12 മൈനുകൾ വിതറുകയുണ്ടായി. ഏപ്രിൽ 14 വൈകുന്നേരം റോബർട്ട്സിൻ്റെ യാത്രയിൽ ഏതാണ്ട് 4:40 കപ്പലിലെ കാവൽക്കാർ കടലിൽ മൈനുകൾ കണ്ടെത്തുകയും അതോടെ കമാൻഡർ റിൻ ഉടൻ തന്നെ കപ്പൽ നിർത്താൻ ഉത്തരവിടുകയും ചെയ്തു. ബ്രിഡ്ജിലെത്തിയ റിൻ പരിശോധനകൾക്കപ്പുറം അവ മൈനുകൾ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. അപകടം മണത്ത അദ്ദേഹം അടിയന്തര അപായ സൈറണൊന്നും മുഴക്കാതെ എല്ലാവരോടും കപ്പലിൻ്റെ മുകൾ തട്ടിലേക്ക് വരാൻ നിർദ്ദേശിച്ചു. ഇത് പിന്നീട് മിക്കവരുടെയും ജീവൻ രക്ഷിച്ച ഒരു നടപടി കൂടിയായിരുന്നു. ഏതായാലും മൈൻഫീൽഡിൽ നിന്ന് പുറത്തു കടക്കാനായി വന്ന വഴിയിലൂടെ തന്നെ കപ്പൽ പതിയെ പിന്നോട്ടെടുത്ത് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. പിന്നോട്ടെടുക്കുന്നതിനിടയിൽ കപ്പൽ ഒരു മൈനിൽ തട്ടി വൻ സ്ഫോടനം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. സ്ഫോടനത്തിൽ കപ്പലിൻ്റെ പ്രധാന ഭാഗം തന്നെ തകരുകയും പലയിടത്തും വെള്ളം ഇരച്ചു കയറുകയും ചെയ്തു. അത് വേഗം 2000 ടണ്ണോളം കടൽ വെള്ളമാണത്രേ കപ്പലിലേക്ക് കയറിയത്. 2 ഭാഗങ്ങൾ പൂർണ്ണമായി മുങ്ങി. അത് 3 ഭാഗങ്ങളായി ഉയർന്നിരുന്നെങ്കിൽ കപ്പൽ അവിടെ വച്ച് തന്നെ മുങ്ങിയേനെ എന്നാണ് റിപ്പോർട്ടുകൾ. തീപിടുത്തമുണ്ടാവുകയും എൻജിൻ റൂമിൽ 3 ഡീസൽ ജനറേറ്ററുകൾ തകരുകയുമുണ്ടായി. വെള്ളം കയറി മിനിറ്റുകളോളം കപ്പലിലെ വൈദ്യുതി ബന്ധം തന്നെ നിലയ്ക്കുകയും ചെയ്തു. എന്നാൽ മൈക്ക് ടില്ലി എന്ന നാവികൻ സാഹസികമായി തന്നെ 4ാമത്തെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. അതോടെ അതുപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിക്കാനും തീ അണയ്ക്കാനും സാധിച്ചു. 5 മണിക്കൂറോളം പോരാടിയിട്ടാണ്, അതായത് രാത്രി 9 മണിയോടെയൊക്കെയാണ് USS റോബർട്ട്സിലെ തീ അണയ്ക്കാൻ സാധിച്ചത്. സമീപത്തുണ്ടായിരുന്ന USS സാൻജോസ് എന്ന കപ്പലിലെ ഹെലികോപ്റ്ററുകൾ ആ കപ്പലിലുണ്ടായിരുന്ന അഗ്നിശമന എഞ്ചിനീയറിംഗ് സാമഗ്രികളൊക്കെ നൽകി സഹായിക്കുകയും ചെയ്തു. കാര്യമായി പൊള്ളലേറ്റ നാവികരെ സാൻജോസിലേക്ക് മാറ്റുകയുമുണ്ടായി. കപ്പൽ മുങ്ങുമെന്ന നിലയിലും നാവികർ അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ സബലാൻ കപ്പൽ തന്നെ ഈ മേഖലകളിലേക്ക് എത്തുകയുണ്ടായി. റോബർട്ട്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും അതിൻ്റെ പോരാട്ട ശേഷി ആ സമയവും നഷ്ടപ്പെട്ടിരുന്നില്ല. സബലാൻ വരുന്നത് കണ്ടതോടെ കമാൻഡർ റിൻ മിസൈലുകൾ തൊടുക്കാൻ തയ്യാറായി നിൽക്കാൻ ഉത്തരവിടുകയുണ്ടായി. ഏതായാലും USS റോബർട്ട്സിൻ്റെ മിസൈൽ ലോഞ്ചറുകൾ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയ സബലാൻ റോബർട്ട്സുമായി അകലം പാലിച്ച് പിന്മാറുകയുണ്ടായി. രാത്രി 9:05 കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചു. കപ്പൽ ഏതാണ്ട് തകർന്നെങ്കിലും കപ്പലിലെ പോരാളികളായ സൈനികരുടെ അസാമാന്യമായ പരിശ്രമം കാരണം അത് മുങ്ങിപ്പോകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. പിന്നീട് മൈറ്റി സെർവൻറ്റ് 2 എന്ന ഹെവി ലിഫ്റ്റ് ഷിപ്പ് ഉപയോഗിച്ച് USS സാമുവൽ ബി റോബർട്ട്സിനെ 1988 ഒക്ടോബറോടെ തിരികെ അമേരിക്കയിൽ എത്തിക്കുകയുണ്ടായി. അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി 1989 തന്നെ കപ്പൽ തിരികെ സേവനത്തിലുമെത്തി. പിന്നീടും ഒട്ടനവധി മിഷനുകളിൽ നിർണായകമായി പങ്കെടുത്ത USS സാമുവൽ ബി റോബർട്ട്സ് 2015 വരെയും US നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചു. സാമുവൽ ബി റോബർട്ട്സിന് നേരിട്ട അപകടം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു തിരിച്ചടി എന്നോണം അമേരിക്ക പുതിയൊരു ദൗത്യത്തിന് രൂപം കൊടുക്കുന്നതിന് കാരണമായി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയൊരു US നാവിക ദൗത്യം കൂടിയായിരുന്നു അത്. USS സാമുവൽ ബി റോബർട്ട്സിന് നേരെ ആക്രമണം നടന്ന് 4 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെതിരെ അമേരിക്ക ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് നടപ്പിലാക്കുകയുണ്ടായി. USS സാമുവൽ ബി റോബർട്ട്സ് നേരിട്ട അപകടത്തിന് ശേഷം വെറും ദിവസങ്ങൾ കൊണ്ട്, അതായത് 1988 ഏപ്രിൽ 18 ഇറാന് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദിവസമായിരുന്നു. മാസങ്ങൾക്ക് മുന്നേ
ഇറാൻ സൈന്യം ഇറാഖിൻ്റെ അൽ-ഫാവ് ഉപദ്വീപ് പിടിച്ചെടുത്തിരുന്നല്ലോ. ഈ മേഖലയിൽ നിന്നാണ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ കുവൈത്ത് മേഖലകളിൽ ആക്രമണം നടത്തിയിരുന്നത്. ഉപദ്വീപിൽ ഇറാൻ നിലയുറപ്പിച്ചിരുന്നെങ്കിലും അന്നേ ദിവസം ഇറാഖിൻ്റെ നിരന്തരമായ ആർട്ടിലറി ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നു. ഇറാന് ഇവയൊന്നും വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനായില്ല. 18 കൂടുതൽ ആയുധങ്ങളുടെ സഹായത്തോടെ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ് വൻ ആക്രമണം നടത്തിയപ്പോൾ അൽ-ഫാവ് പിടിച്ചെടുത്ത അതേ ഇറാനികൾ അതിശയകരമായ രീതിയിൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഹ്യൂമൻ വേവ് അറ്റാക്കുകൾ വ്യാപകമായി നടത്തിയായിരുന്നല്ലോ ഇറാൻ ഇറാഖിനെ പലയിടത്തും തോൽപ്പിച്ചത്. ഇവിടെ അതിനുള്ള മനുഷ്യർ പതിയെ പതിയെ കുറഞ്ഞെന്ന് ഇറാനും ബോധ്യപ്പെട്ടിരുന്നു. അപ്രകാരം നിർണായക വിജയമായി കണ്ടിരുന്ന അൽ-ഫാവ് പെനിൻസുലയുടെ നിയന്ത്രണം ഇറാന് നഷ്ടമാവുകയും ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങേണ്ടിയും വന്നു. എന്നാൽ അതേ ദിവസം തന്നെ അമേരിക്ക ഇറാന് നേരെ ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് കൂടെ നടപ്പിലാക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US നേവി നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിലൊന്നായിരുന്നു പ്രേയിങ് മാൻറ്റിസ്. US നേവി ശത്രുവിനെതിരെ സർഫേസ് ടു സർഫേസ് മിസൈൽ തൊടുത്തുവിട്ട ആദ്യത്തെ സംഭവം കൂടിയായിരുന്നു ഇത്. അതിലൂടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം US നേവി മുക്കിയ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എന്ന നിലയിലും ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് ശ്രദ്ധേയമായി. 1988 ഏപ്രിൽ 14 USS സാമുവൽ ബി റോബർട്ട്സ് ഇറാനിൽ സ്ഥാപിച്ച മൈനിൽ തട്ടി വലിയ അപകടമുണ്ടായതാണ് ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് നടപ്പിലാക്കാനുള്ള പ്രധാന കാരണം. പേർഷ്യൻ ഗൾഫിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഇറാനിയൻ ഫ്രിഗേറ്റായ സബലാൻ മുക്കുക എന്നതായിരുന്നു ആ ദൗത്യത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുപോലെ കടൽ മേഖലയിൽ ഇറാൻ ഇനി മൈനുകൾ വിന്യസിക്കാൻ അനുവദിക്കരുത് എന്ന നിലയിലുള്ള ഒരു തിരിച്ചടി അവർക്ക് നൽകുക എന്നതും US ലക്ഷ്യമായിരുന്നു. ഓപ്പറേഷൻ്റെ കമാൻഡറായി ഉണ്ടായിരുന്നത് റിയർ അഡ്മിറൽ ആൻ്റണി ലെസ് ആയിരുന്നു. ദൗത്യത്തിനായി എയർക്രാഫ്റ്റ് കാരിയറായ USS എൻ്റർപ്രൈസ് ഉൾപ്പെടെ ഒട്ടേറെ ബാറ്റിൽ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ അണിനിരന്നു. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അമേരിക്ക നടപ്പിലാക്കിയ ഓപ്പറേഷൻ നിംബിൾ ആർച്ചറിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസും ആരംഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞതിനേക്കാൾ വലിയ സന്നാഹങ്ങളുമായായിരുന്നു ഈ ദൗത്യം നടന്നത് എന്ന് മാത്രം. രാവിലെ 8 മണിയോടെ SAG ബ്രാവോ ടീം ഇറാൻ്റെ സാസൻ ഓയിൽ പ്ലാറ്റ്ഫോമിനെ സമീപിച്ചു. SAG ബ്രാവോയിൽ 3 പടക്കപ്പലുകൾ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലുള്ള ഇറാനികൾക്ക് അത് ഉപേക്ഷിക്കാൻ 20 മിനിറ്റ് സമയം നൽകിക്കൊണ്ട് കപ്പലുകളിലൊന്നായ USS മെറിൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അത് കേട്ട ചിലർ പിൻവാങ്ങുകയും ചിലർ അവിടെ തുടരുകയുമൊക്കെ ചെയ്തു. സമയം കഴിഞ്ഞതോടെ US കപ്പലുകൾ പ്ലാറ്റ്ഫോമിന് നേരെ വെടിയുതിർത്തു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഒരു ഇറാനിയൻ ZU-23 തോക്ക് വെച്ച് അവർ തിരിച്ചടിക്കുകയൊക്കെ ഉണ്ടായെങ്കിലും അധികം താമസിയാതെ ഇറാനികൾ തന്നെ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയും US അത് അംഗീകരിക്കുകയും ചെയ്തു. അതോടെ മേഖല വിട്ടുപോകാൻ കുറച്ചുകൂടെ സമയം US അനുവദിക്കുകയും വീണ്ടും കുറേ പേർ പ്ലാറ്റ്ഫോം വിട്ടുപോവുകയും ഉണ്ടായി. എങ്കിലും ചിലർ പ്ലാറ്റ്ഫോമിൽ തന്നെ തുടരുകയും വെടിവെപ്പ് വീണ്ടും തുടരുകയും ഉണ്ടായി. അതോടെ പടക്കപ്പലുകളിൽ നിന്ന് ഒരു മറൈൻ AH-1 അറ്റാക്ക് ഹെലികോപ്റ്റർ പറന്നു വരികയും ഇറാൻ്റെ ചെറുത്തുനിൽപ്പിന് അറുതി വരുത്തുകയും ചെയ്തു. തുടർന്ന് മറൈൻ സൈനികർ പ്ലാറ്റ്ഫോമിൽ കയറുകയും പരിക്കേറ്റവരെയും മറ്റും പിടികൂടുകയും ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ചില ആയുധങ്ങളും രഹസ്യാന്വേഷണ മൂല്യമുള്ള രേഖകളും ശേഖരിച്ചതിന് ശേഷം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആ പ്ലാറ്റ്ഫോം US തകർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് SAG ബ്രാവോ ടീമിനോട് രക്ഷ് ഓയിൽ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങാനും അത് നശിപ്പിക്കാനും ഉത്തരവ് വന്നു. ആ മുന്നേറ്റത്തിൽ 2 ഇറാനിയൻ F-4 ഫാൻറ്റം വിമാനങ്ങൾ SAG ബ്രാവോയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ പടക്കപ്പൽ അതിൻ്റെ മിസൈൽ ഫയർ കൺട്രോൾ റഡാർ ഉപയോഗിച്ച് F-4 വിമാനങ്ങളെ ലോക്ക് ചെയ്തതോടെ അവ പിന്തിരിഞ്ഞു. ഇതിനിടയിൽ ഒരു സോവിയറ്റ് കപ്പലിനെ ഇറാനിയൻ കപ്പലായി തെറ്റായി തിരിച്ചറിയുകയും അതുപോലെ ഒരു UAE പട്രോൾ ബോട്ടിനെ ഇറാനിയൻ ബോട്ടായും തെറ്റായി കരുതുന്ന അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായി. എങ്കിലും വെടിയുതിർക്കുന്നതിന് മുൻപ് ഐഡൻറ്റിറ്റി വ്യക്തമാക്കപ്പെട്ടതിനാൽ പ്രശ്നങ്ങൾ ഒഴിവായി. ഈ സമയം സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ഉത്തരവുകൾ ലഭിക്കുകയും രക്ഷന് നേരെയുള്ള US ആക്രമണം SAG ബ്രാവോ ടീം നിർത്തിവെക്കുകയുമാണ് ഉണ്ടായത്. അതേസമയം SAG ചാർലി ഇറാൻ്റെ സിറി ഓയിൽ പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കിക്കൊണ്ട് സമാനമായ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. 3 പടക്കപ്പലുകളുമായി ക്യാപ്റ്റൻ ഡേവ് ചാൻഡലർ നയിച്ച SAG ചാർലി നിർബന്ധിത മുന്നറിയിപ്പിന് ശേഷം ആ മേഖലയിലേക്ക് വെടിയുതിർക്കുകയും സജീവ എണ്ണ ഉൽപ്പാദന കേന്ദ്രമായിരുന്ന സിറിയിലെ ഒരു ഗ്യാസ് ടാങ്കിൽ അപ്രതീക്ഷിതമായി ഒരു ഷെൽ പതിക്കുകയുമുണ്ടായി.
അതിനെ തുടർന്ന് വൻ അഗ്നിഗോളം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയും അവിടെയുണ്ടായിരുന്ന ഇറാനിയൻ സൈനികരൊക്കെ അഗ്നിഗോളത്തിൽ ഇല്ലാതാവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന സീൽ ടീമിനെ പ്ലാറ്റ്ഫോമിൽ കയറാൻ ആദ്യം ചുമതലപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ ആവശ്യമില്ലെന്ന് തീരുമാനിക്കപ്പെട്ടു. ഈ രീതിയിൽ ഓയിൽ പ്ലാറ്റ്ഫോമുകൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കാനായി ഇറാൻ 5 IRGCN ബോഗ് ഹാമർ സ്പീഡ് ബോട്ടുകളെ അയക്കുകയുണ്ടായി. പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കൻ മേഖലകളിലേക്ക് നീങ്ങിയ ഇവ ഇറാനികളുടേതല്ലാത്ത എല്ലാ ലക്ഷ്യങ്ങൾക്കും നേരെ മെഷീൻ ഗണ്ണും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ച് വൻതോതിൽ ആക്രമണം നടത്തി. അമേരിക്കൻ പതാക വഹിച്ചിരുന്ന ഓയിൽ റിഗ് സപ്ലൈ കപ്പലാക വിൻലി ടൈഡ്, ഹോങ്കോങ് പതാകയുള്ള ബ്രിട്ടീഷ് ടാങ്കറായിരുന്ന യോക്ക് മറൈൻ, സ്കാൻബേ എന്നീ കപ്പലുകളുമൊക്കെ ഈ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ വൈകുന്നേരം USS എൻ്റർപ്രൈസിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങൾ ഇറാനിയൻ സ്പീഡ് ബോട്ടുകളെ കണ്ടെത്തുകയും നേരിടുകയും ചെയ്തു. വേഗത്തിൽ നീങ്ങുന്ന ഈ ബോട്ടുകളെ ലക്ഷ്യം വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും USA അന്ന് മനസ്സിലാക്കി. എങ്കിലും രണ്ടാമതുണ്ടായ പോരാട്ടത്തിൽ ഒരു ബോട്ടിനെ മുക്കുകയും മറ്റുള്ളവ ഇറാനിയൻ മേഖലകളിലേക്ക് പിന്മാറുന്നതിനും കാരണമായി. മേഖലയിലുണ്ടായ ചില ഏറ്റുമുട്ടലിൽ മറ്റ് 2 ബോട്ടുകൾ കൂടെ അമേരിക്ക അന്നേ ദിവസം മുക്കുകയുണ്ടായി. US നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം ക്യാപ്റ്റൻ അബ്ബാസ് മാലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഇറാൻ്റെ കമാൽ ക്ലാസ് കപ്പലായ PTG ജോഷനോട് സംഭവ സ്ഥലത്തേക്ക് നീങ്ങാൻ ഉത്തരവിടപ്പെട്ടു. എങ്കിലും മിസൈൽ പട്രോൾ ബോട്ടായിരുന്ന ജോഷനോട് അന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരവുകളുടെ അഭാവവും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറിനൊക്കെ ശേഷം ജോഷൻ SAG ചാർലിക്ക് അരികിലേക്ക് നീങ്ങുന്നതായി കണ്ടെത്തപ്പെട്ടു. ചാർലിയുടെ ക്യാപ്റ്റനായിരുന്ന ചാൻഡലർ USS വാൻ റൈറ്റിൽ നിലകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ആൻറ്റിഷിപ്പ് മിസൈലായ ഹാർപൂൺ ജോഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് നേരെയുള്ള അപകട സാധ്യത വർദ്ധിച്ചു. ഇറാൻ നേവിയുടെ കയ്യിലുള്ള അവസാനത്തെ ഹാർപൂൺ മിസൈൽ കൂടിയായിരുന്നു ഇത് എന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു. ഇരുവിഭാഗവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു തുടങ്ങിയതോടെ വഴിമാറിപ്പോകണമെന്നും ഇല്ലെങ്കിൽ വെടിയുതിർക്കുമെന്നും USS വെയിൻ റൈറ്റിൽ നിന്നും സന്ദേശങ്ങൾ നൽകി തുടങ്ങി. എന്നാൽ ജോഷൻ ഞങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലാണെന്നും പ്രകോപനപരമായ യാതൊന്നും ചെയ്യില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഏതായാലും ഇരു മേഖലകളും തമ്മിലുള്ള ദൂരം 20 കിലോമീറ്ററൊക്കെയായി ചുരുങ്ങിയതോടെ ജോഷൻ അതിൻ്റെ ഫയർ കൺട്രോൾ റഡാർ ഉപയോഗിച്ച് USS വെയിൻ റൈറ്റിനെ ലക്ഷ്യം വെച്ചു. അതോടെ എഞ്ചിൻ നിർത്താനും കപ്പൽ ഉപേക്ഷിക്കാനും കപ്പൽ മുക്കും എന്ന നിലയിലുള്ള അവസാന മുന്നറിയിപ്പും US നൽകുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ USS പടക്കപ്പൽ ലക്ഷ്യമാക്കി ഇറാൻ്റെ ജോഷൻ ഹാർപൂൺ മിസൈൽ തന്നെ തൊടുത്തു. ഹാർപൂൺ ആക്രമണത്തിന് മറുപടിയായി USS സിംസണിൽ നിന്ന് 4 സ്റ്റാൻഡേർഡ് മിസൈലുകളും USS വെയിൻ റൈറ്റിൽ നിന്ന് 1 മിസൈലും ജോഷനെ ലക്ഷ്യമാക്കി തൊടുക്കുകയുണ്ടായി. ഇതിൽ പലതും ജോഷനിൽ പതിക്കുകയും ചെയ്തു. എങ്കിലും കപ്പൽ മുങ്ങിയില്ല. ഇറാനിയൻ ഹാർപൂണിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടാനായി വഴികൾ മാറ്റിയ USS വെയിൻ റൈറ്റിനെ തൊട്ടില്ല എന്ന നിലയിൽ മിസൈൽ കടന്നു പോവുകയും ചെയ്തു. അതോടെ US പടക്കപ്പലുകൾ ചേർന്ന് തോക്കുകൾ ഉപയോഗിച്ച് ജോഷനെ ആക്രമിക്കുകയും അതിനെ പൂർണ്ണമായി മുക്കുകയും ചെയ്തു. ഈ പോരാട്ടത്തിൽ 15 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഈ പോരാട്ടം നടക്കുന്നതിനിടയിൽ 2 ഇറാനിയൻ F-4 ഫാൻറ്റം വിമാനങ്ങൾ ആക്രമണത്തിനായി എത്തിയെങ്കിലും പടക്കപ്പലുകളുടെ തിരിച്ചടിയിൽ അവയ്ക്കും പിന്മാറേണ്ടി വന്നു. 12:30 ക്യാപ്റ്റൻ ഷാരൂഖ് ഫാറിൻ്റെ നേതൃത്വത്തിലുള്ള സാം ക്ലാസ് ഫ്രിഗേറ്റായ സഹന്ത് ബന്ദർ അബ്ബാസിൽ നിന്ന് പുറപ്പെടുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യമായ സബലാൻ്റെ സഹോദര കപ്പലായിരുന്നു സഹന്ത്. സബലാനെപ്പോലെ കുപ്രസിദ്ധനല്ലെങ്കിലും പോരാട്ടങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പടക്കപ്പൽ തന്നെയായിരുന്നു ഇതും. ഹോർമൂസ് കടലിടുക്കിൻ്റെ സമീപം ഉണ്ടായിരുന്ന USS ജോസഫ് സ്ട്രോസിൽ നിന്നും പറന്ന നിരീക്ഷണം നടത്തിയിരുന്ന 2 വിമാനങ്ങൾ ഏതായാലും സഹന്തിൻ്റെ സഞ്ചാരം കണ്ടെത്തുകയുണ്ടായി. വിമാനം താഴ്ത്തി പറത്തി കപ്പലിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചതോടെ വിമാനം ലക്ഷ്യമാക്കി സഹന്ത് ആക്രമണം നടത്തുകയും ചെയ്തു. അന്ന് വിമാനത്തിൻ്റെ പൈലറ്റായിരുന്ന ലാങ്സ്റ്റൺ അതോടെ തിരിച്ച് കപ്പൽ ലക്ഷ്യമാക്കി ഒരു ഹാർപൂൺ തൊടുത്തു. മറ്റൊരു വിമാനവും ആക്രമണം നടത്തുകയുണ്ടായി. ആക്രമണങ്ങൾ കൃത്യമായി തന്നെ സഹന്തിൽ പതിക്കുകയും ചെയ്തു. തുടർന്ന് വിമാനങ്ങൾ ആയുധങ്ങൾ വീണ്ടും നിറച്ച് സഹന്തിനെ ആക്രമിക്കുകയുണ്ടായി. വലിയ രീതിയിൽ തന്നെ തകർന്ന സഹന്ത് കത്തിയെരിഞ്ഞു. ഇതിനിടയിൽ കപ്പലിലെ മരുന്നറയിൽ തീയെത്തുകയും അതിനെ തുടർന്ന് ഒരു വൻ സ്ഫോടനവും ഉണ്ടായതോടെ സഹന്ത് പൂർണ്ണമായും മുങ്ങുകയാണ് ഉണ്ടായത്. ഈ ദുരന്തത്തിൽ 50ഓളം ഇറാനിയൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം ഇറാൻ്റെ തന്ത്രപ്രധാനമായ ഒരു കപ്പൽ കൂടി അവർക്കന്ന് നഷ്ടപ്പെട്ടു. ബന്ദർ അബ്ബാസിലേക്കും ഹോർമൂസ് കടലിടുക്കിലേക്കുമുള്ള പ്രവേശന കവാടങ്ങൾ നിരീക്ഷിച്ചിരുന്ന SAG ഡെൽറ്റയുടെ ഭാഗമായാണ്
USS ജോസഫ് സ്ട്രോസ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. SAG ഡെൽറ്റയിൽ USS ജാക്ക് വില്യംസ്, USS ഓബ്രയാൻ, USS ജോസഫ് സ്ട്രോസ് എന്നീ കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഇറാൻ ഈ കപ്പലുകൾക്ക് നേരെ ഹോർമൂസ് മേഖലയിൽ നിന്ന് ഒന്നിലധികം സിൽക്ക് വോം മിസൈലുകൾ തൊടുത്തതായി റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നെങ്കിലും ഒന്നും വിജയത്തിലെത്തിയില്ല. പലയിടത്തും ഇറാൻ തിരിച്ചടിക്കാൻ നോക്കിയിട്ടും ഒന്നും വിജയത്തിലെത്തിയില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. എങ്കിലും ഇറാൻ ഇവിടെ ഒന്നും പിന്മാറുന്നില്ല. കുപ്രസിദ്ധി ആർജിച്ച അമേരിക്ക പൂർണ്ണമായും നിരീക്ഷിക്കുന്ന സബലാൻ വൈകുന്നേരത്തോടെ ബന്ദർ അബ്ബാസിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. ഈ സമയം ഈ മേഖലയിൽ അമേരിക്കയുടെ ഒരൊറ്റ വിമാനം മാത്രമേ നിരീക്ഷണത്തിനായി ഉണ്ടായിരുന്നുള്ളൂ. കപ്പലിനെ നിരീക്ഷിക്കാനായി ലഫ്റ്റനന്റ് കമാൻഡർ ജെയിംസ് ആംഗ്ലർ പറത്തിയ A6 വിമാനം വീണ്ടും താഴ്ത്തി പറത്തുകയുണ്ടായി. അതോടെ സബലാനിൽ നിന്ന് ഒരു SA-7 മിസൈൽ വിമാനത്തിന് നേരെ തൊടുത്തു. അതോടെ ജെയിംസ് ആംഗ്ലർ സബലാനെ ലക്ഷ്യമാക്കി ഒരു ലേസർ ഗൈഡഡ് ബോംബ് നിക്ഷേപിച്ചു. കൃത്യമായി ലക്ഷ്യം കൊണ്ട ഈ ആക്രമണത്തിൽ തന്നെ കപ്പൽ തകരുകയും എൻജിൻ നിലച്ച് കപ്പൽ കത്താൻ തുടങ്ങുകയും ചെയ്തു. ഈ ധീരതയ്ക്ക് അദ്ദേഹത്തിന് പിന്നീട് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്ലൈയിങ് ക്രോസ് ബഹുമതിയൊക്കെ ലഭിക്കുകയുണ്ടായി. ഏതായാലും കപ്പൽ തകർന്നതോടെ സഹായത്തിനായി കപ്പലിൽ നിന്ന് സന്ദേശങ്ങളും വന്നു. തകർന്ന സഹായത്തിനായി സന്ദേശങ്ങൾ പുറപ്പെടുവിച്ച ഒരു കപ്പലിനെ വീണ്ടും ആക്രമിച്ച് തകർക്കുക അഥവാ കൂടുതൽ വിമാനങ്ങൾ വന്ന് ആക്രമിക്കുന്നത് സെൽഫ് ഡിഫെൻസിൻ്റെ നിയമപരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ ആക്രമണം അവിടെ അവസാനിപ്പിച്ചു. കുപ്രസിദ്ധി നേടിയ സബലാനെ ഇറാൻ ബന്ദർ അബ്ബാസിലേക്ക് തന്നെ വലിച്ചു കെട്ടി കൊണ്ടുപോവുകയും അറ്റകുറ്റപ്പണികൾക്കൊക്കെ ശേഷം പിൽക്കാലത്ത് സർവീസിൽ തുടരുകയുമുണ്ടായി. ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ ഏക നഷ്ടമെന്നത് മറൈൻ കോർപ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണതായിരുന്നു. ഇവ ഇറാൻ വെടിവെച്ചിട്ടതല്ല, പകരം സ്വാഭാവികമായ ഒരു അപകടമായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. ഏതായാലും സബലാനും സഹന്തും തകർന്നതോടെ ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് അവസാനിച്ചു. ഇറാനുമായുള്ള ഈ യുദ്ധത്തിലെ അടുത്ത പ്രധാന സംഭവം 1988 ജൂലൈ 3 നടന്ന ഒരു ദാരുണമായ അപകടമായിരുന്നു. ബന്ദർ അബ്ബാസിൽ നിന്ന് ദുബായിലേക്ക് പറന്നുയർന്ന ഇറാൻ്റെ വിമാനത്തെ USS വാർഷിപ്പായ USS വിൻസെൻസയെ ഫൈറ്റർ ജെറ്റ് എന്ന രീതിയിൽ തെറ്റായി കണ്ടെത്തുകയും വിമാനത്തിന് നേരെ 2 മിസൈലുകൾ തൊടുത്തുവിടുകയുമുണ്ടായി. അതോടെ വിമാനം തകരുകയും അതിലുണ്ടായിരുന്ന 290 യാത്രക്കാരും കൊല്ലപ്പെടുന്ന അവസ്ഥയും വന്നെത്തി. ഇറാൻ അമേരിക്ക ബന്ധങ്ങൾ പൂർണ്ണമായി തകരുന്നതിന് ഇത് പിന്നീട് കാരണമായി എന്നും പറയാം. ഏതായാലും അധികം വൈകാതെ വർഷങ്ങളായി തുടരുന്ന ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിക്കുന്നതും ലോകം കണ്ടു. 1988 ഓഗസ്റ്റ് 20 ഇറാൻ ഇറാഖ് തമ്മിലുള്ള വെടിനിർത്തൽ സൃഷ്ടിക്കപ്പെടുന്നത്.